കലാഭവൻ മണിയായിട്ട് നല്ല ബന്ധമായിരുന്നു. മരിക്കുന്നതിൻ്റെ ലാസ്റ്റ് ഒരു പക്ഷേ എൻ്റെ വീട്ടിലായിരിക്കും വന്നിട്ടുണ്ടാവുക. പാലക്കാട് ഒരു പരിപാടിയിലാണ് പങ്കെടുത്തെന്ന് പറഞ്ഞു. പക്ഷേ കർഷകന് ഒത്തിരി പേര് പറ്റിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഈ പടങ്ങൾ ചെയ്തതൊക്കെ എനിക്ക് കാശ് സിനിമ തിരിച്ചു തന്നിട്ടില്ല. ഈ ജയസൂര്യ വളരാൻ വേണ്ടി പ്രാർത്ഥിച്ചതിൽ അവർ വീട്ടുകാർ പ്രാർത്ഥിച്ചതിന് കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. സ്വന്തം കൂടെ നിൽക്കുന്നവരെ കയ്യിൽ നിന്നുള്ള അടി കിട്ടുമ്പോഴാണ് നമുക്ക് തടുക്കാൻ പറ്റില്ല. എന്നിട്ട് ആളെ കൂട്ടിയിട്ടൊക്കെ വീട്ടിലേക്ക് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കലും ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് പലരും. ചെറിയ ശത്രു തന്നെ, വലിയ ശത്രുക്കളാണ് അവർ. മറ്റുള്ളവർക്ക് അത്ര വെറുപ്പുണ്ടാവില്ല നമ്മളോട്. അങ്ങനത്തെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടാവുന്ന ഒരു ഇത്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പമുള്ളത് ഒരു സെലിബ്രിറ്റിയാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം സിനിമയോടുള്ള പ്രണയം കൊണ്ട് സിനിമയിലേക്ക് വന്നു. ഒരു 70ഓളം സിനിമകൾ അഭിനയിച്ചു. 6 സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അഷ്റഫ്. നമസ്കാരം. എന്തുണ്ട് വിശേഷമൊക്കെ? സുഖമാണ്. പറഞ്ഞ പോലെ 6ാമത്തെ പ്രൊഡക്ഷനിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത്. അതെ. മഞ്ചാടി ക്രിയേഷൻ അല്ലേ? അതിനപ്പുറത്തേക്ക് അഭിനയമോഹം അല്ലേ സിനിമയിലേക്ക് വന്നത്. വലിയൊരു യാത്രയായിരുന്നു താങ്കളുടെ എന്ന് എനിക്ക് കേൾക്കുന്നു. സിനിമയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുണ്ട് അല്ലേ? ആ കഷ്ടപ്പാടൊക്കെ ഇപ്പോൾ ഓർക്കുമ്പോൾ താങ്കളുടെ ജീവിതത്തിൽ സംതൃപ്തിയല്ല നൽകുന്നത്? തീർച്ചയായിട്ടും. സിനിമ ഇപ്പോഴും ഒരു വലിയ ഇതിലേക്ക് എത്തിയെന്നൊന്നും പറയാനൊന്നായിട്ടില്ല. ഞാൻ പറയുമ്പോൾ എന്നെ ഇപ്പോൾ ഇൻ്റർവ്യൂവിനെക്കാട്ടി നല്ലൊരു നടനെ വിളിച്ചിട്ട് ചെയ്യുന്നതല്ല. ഈ സിനിമയിലേക്ക് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അഷ്റഫ്, അതുകൊണ്ട് തന്നെ അഷ്റഫിനെ തേടി ഞാൻ വന്നത്. ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷേ എവിടെയും എത്തിപ്പെട്ടെന്നൊന്നും പറയാനായിട്ടൊന്നുമില്ല. എവിടെയും എത്തിപ്പെട്ടിട്ടൊന്നുമില്ല. ഇപ്പോഴും സ്ട്രഗിളിങ്ങിൽ തന്നെ. പക്ഷേ ഇപ്പോൾ ആ ഒരു അടങ്ങാത്ത ആവേശമായിരുന്നു ആദ്യകാലങ്ങളൊക്കെ. അങ്ങനെ അത്ര ഇതൊന്നുമില്ല. ഇപ്പോൾ കുറച്ച് അവസരങ്ങളുണ്ട്. ഫ്രണ്ട് സർക്കിളൊക്കെ ഉള്ള കൂടെ വന്നവരൊക്കെ കുറേ രക്ഷപ്പെട്ടവരൊക്കെ ഉണ്ട്. പക്ഷെ അതല്ലാത്ത തരത്തിൽ തന്നെ ഇപ്പോഴുള്ള ബന്ധങ്ങൾ വെച്ചിട്ട് കുറച്ച് ഇതൊക്കെ വരുന്നുണ്ട്, ചാൻസുകളൊക്കെ വരുന്നുണ്ട്. ചില പടങ്ങൾക്കൊക്കെ വിളിക്കുന്നുണ്ട്. ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് കഷ്ടപ്പെട്ടായിരുന്നു, ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് തന്നെ. എങ്ങനെയാണ് സിനിമാ മോഹം വന്നു കൂടിയത്? സിനിമാ മോഹം വന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കൊച്ചിയിലായിരുന്നു വർക്ക് ചെയ്ത്, ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യുന്നത് ആദ്യം. ഹോട്ടലിൽ എന്തായിട്ട്? അത് അങ്ങനെ ഹോട്ടൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അത് ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കും. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട് വിട്ട് വീട്ടിൽ നിന്ന് ചാടിപ്പോന്ന. വീട് എവിടെയാണ്? വീട് എടപ്പാൾ അടുത്താണ്. എടപ്പാളിൽ നിന്ന് വീട്ടിൽ നിന്നും ചാടി വന്നു. അവിടുന്ന് ആ ഭാഗത്ത് നിന്ന് അങ്ങനെ സ്കൂൾ പഠിക്കുമ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 9 വരെ പഠിച്ചിട്ടുള്ളൂ. അപ്പോൾ അവിടുന്ന് അങ്ങനെ ഓടി വന്ന് അങ്ങനെ കൊച്ചിയിലായിരുന്നു. കൊച്ചിയിൽ മട്ടാഞ്ചേരി അവിടെ ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യായിരുന്നു. ഒരു ഹോട്ടലിൽ അങ്ങനെ ഒരു ജോലി കിട്ടി, ക്ലീനിങ് ആയിട്ട്. അങ്ങനെ ആ ജോലിക്ക് 9ാം ക്ലാസ്സിൽ 10-14 വയസ്സുള്ള ഒരാൾ വീട് വിട്ട് പോയാൽ ഇന്ന് പോലീസിലും അതിലൊക്കെ പരാതി കൊടുത്ത് മിസ്സിങ് എന്ന് പറഞ്ഞിട്ടില്ല. അന്നത്തെ കാലത്ത് ഫോണും ഇല്ല. പിന്നെ ഒരു ലെറ്റർ എഴുതി ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോഴാണ് അത് കിട്ടുക. അങ്ങനത്തെ ഒരു ഇതായിരുന്നു. കൊച്ചിയിൽ നിന്ന് അങ്ങോട്ടാണ് ബസ്സൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ 3 മണിക്കൂർ 2.5 മണിക്കൂർ കൊണ്ടൊക്കെ എത്തും. അന്നത്തെ കാലത്ത് ഒരു ബസ് പുറപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുത്തിട്ട് അന്നത്തെ റോഡിൻ്റെ അതും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ അത്രയും സ്പീഡിൽ പോകുന്ന ബസ്സുകളും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ അങ്ങനെ എൻ്റെ ഉപ്പാക്ക് ഇവിടെ ഈ കൊച്ചിയിൽ മട്ടാഞ്ചേരി ചോട്ട് പണിയായിരുന്നു. ഉപ്പാനെ തേടിയിട്ട് ആയിട്ട് അവിടെ വന്നു കഴിഞ്ഞാൽ ഉപ്പാൻ്റെ ഒരു അന്നത്തെ ഒരു ഇല്ലൻ്റ് എന്ന് പറഞ്ഞിട്ട് സ്ഥലം, ഇല്ലൻ്റെ മുകളിലൊരു അഡ്രസ്സ് ഉണ്ട്. ആ അഡ്രസ്സ് മാത്രമേ കയ്യിലുള്ളൂ, വേറെ ഫോൺ നമ്പറോ മറ്റുള്ളതൊന്നുമില്ലല്ലോ. ആ അഡ്രസ്സ് വെച്ചിട്ട് അങ്ങനെ അന്വേഷിച്ച് വന്നതാണ്. അപ്പോൾ കാലത്ത് അവിടുന്ന് പുലർച്ചെ ഒരു 5:30-6 മണിക്ക് എനിക്ക് അവിടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുനിന്ന് അങ്ങോട്ട് അവിടുന്ന് തൊട്ടടുത്ത സിറ്റിയിൽ എടപ്പാൾ പോലും പോയിട്ട് അവിടുന്ന് അങ്ങോട്ട് രാജ്യമല്ല എന്നുള്ള ഒരിതാണ്. അതാണ് രാജ്യം എന്നുള്ള, അവിടുന്ന് അങ്ങോട്ടൊന്നും ഇല്ല എന്നുള്ള ഇതായിരുന്നു. പക്ഷെ അവിടെ വിട്ട് പോയിട്ടില്ല. മാക്സിമം ആ ഒരു ഇട്ടാവട്ടത്ത് മാത്രമേ പോയിട്ടുള്ളൂ. ആ പ്രായം പിന്നെ അങ്ങനെ ചെറുപ്പത്തിൽ അങ്ങനെ ലോങ് പോകാനുള്ളൊരു ഇതൊന്നുമില്ല. ആ കാലഘട്ടത്തിലാണ് ഇങ്ങനെ വിട്ടുപോകണമെന്നും അറിയില്ല. കിട്ടിയ വണ്ടിയിൽ കയറുന്നു. പൈസ ഉണ്ടായിരുന്നു? പൈസ അല്ല, എൻ്റെ പിന്നെ ഉമ്മാൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ അവർക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ പോവാണ്. പറഞ്ഞില്ല ആർക്കും അറിയില്ല വീട്ടിലും മറ്റുള്ള. അങ്ങനെ അവിടുന്നാണ് എനിക്ക് നീ അവിടെയും പോയി രക്ഷപ്പെടാൻ പറഞ്ഞിട്ട് കുറച്ച് കാശ് ഇങ്ങനെ കോന്നലൊക്കെ കെട്ടി വെച്ചിരുന്ന് കഴിച്ചിട്ട് എനിക്ക് തന്നിട്ട് അനുഭവം. രാത്രി 1 മണിക്ക് വീട്ടിൽ നിന്ന് ചാടിപ്പോരാണ്. രാത്രി 1 മണിക്ക്. അപ്പോൾ ഇന്നത്തെ പോലെ ലൈറ്റുകളോ മറ്റുള്ള വർഷമില്ല. കുന്നും മലകളൊക്കെ കയറിയിട്ട് പാടത്ത് കൂടെ ഒക്കെ ഇറങ്ങി നടന്നിട്ട് ഒത്തിരി നടക്കണം. നടന്നു പോയിട്ട് പാടൊക്കെ കയറി ഇറങ്ങിയിട്ട് ബസ് സ്റ്റോപ്പിലാണ്. അപ്പോൾ രാത്രി ഒന്നും ബസ്സുകളൊന്നുമില്ല. പുലർച്ചെ വരുന്നവരെ ബസ് സ്റ്റോപ്പിൽ കിടന്ന് അവിടുന്ന്
ബസ് സ്റ്റോപ്പിൽ നിന്ന് ഒരു ബസ് വന്ന്, ട്രാൻസ്പോർട്ട് ബസ്, അതിരാവിലെ വരുന്ന 6 മണിക്ക് വരുന്ന ബസ്സിൽ എങ്ങോട്ടൊന്നും അറിയില്ല, അതിനകത്ത് കയറിയിരുന്നു. എന്നിട്ട് അവരോട് ചോദിച്ച് ഇങ്ങനെ ഇത് എങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ന സ്ഥലത്തേക്ക് എനിക്ക് പോകേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇറങ്ങിക്കോ, അവിടെ നിന്നിട്ട് വേറെ ബസ് വരുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഒരു 5-6 ബസ് കയറിയിട്ടാണ് മട്ടാഞ്ചേരിയിലെത്തി വീണത്. മട്ടാഞ്ചേരിയിലെത്തി. അങ്ങനെ വാപ്പയെ കണ്ടോ? വാപ്പ അന്നൊന്നും കണ്ടില്ല. ഞാൻ അവിടെ അന്വേഷിച്ച് ഇങ്ങനെ പോയി. രാത്രികളിൽ കെടുക്കാൻ സ്ഥലമില്ല, ഒന്നും അറിയില്ല. ഇത്രയും 10-15 വയസ്സാ അങ്ങനെ എത്ര കേട്ടോ ആ സമയത്ത്. അങ്ങനെ ഒരു വിധത്തിൽ അന്ന് രാത്രി ഒത്തിരി ലേറ്റായിട്ട് കണ്ടെത്തി. ഒരാളോട് ചെന്ന് ചോദിച്ചു നോക്കുമ്പോൾ ഇന്ന ആൾ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളെ ഒരു പരിചയപ്പെടുത്തി, ഇന്ന ആളെ അയാളുടെ കൂടെ. അങ്ങനെ അയാളെ തേടിപ്പോയി. വേറൊരാളെ എൻ്റെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടെ വന്ന് അയാളെ തേടിപ്പോയി. അയാളെ അങ്ങനെ കണ്ടെത്തി. എന്തായാലും ഭയങ്കര സന്തോഷം എന്ന് പറയാം. അങ്ങനെ ഇതായി. അങ്ങനെ 2-3 ദിവസം എൻ്റെ കൂടെ ഇങ്ങനെ നടന്ന്. പിന്നെയാണ് എന്തെങ്കിലും ജോലി വേണ്ടേ, അങ്ങനെ ഒരു ഹോട്ടലിൽ കൊണ്ടാക്കി തന്നു. അപ്പോൾ അങ്ങനെ ഒരു 2 വർഷത്തോളം 2 വർഷം അവിടെ ഹോട്ടലിൽ പ്ലേറ്റ് കഴുകുക, മേശ തുടക്കുക, ഗ്ലാസ് കഴുകുക, അങ്ങനെയൊക്കെ ആയിട്ട്. ഉപ്പ ചായ കുടിക്കാനൊക്കെ അവിടെ വരുമോ? ഇല്ല, ഇപ്പോൾ അവിടെ വരുന്നുണ്ട്. ഇപ്പോൾ വേറെ സ്ഥലത്ത്. വിഷമമായിരുന്നോ മോൻ ഇങ്ങനെ? ഇല്ല ജോലി ഇപ്പോൾ അതിനെക്കാട്ടും കഷ്ടപ്പാടാണ്, ദുരിതമാണ്. അപ്പം അങ്ങനെ അവിടെ ഈ ന്യൂ ഇയറും ക്രിസ്മസും ഇതൊക്കെ വരുമ്പോൾ ആഘോഷങ്ങളും എൻ്റെ കൂടെയുള്ള 1-2 ആൾക്ക് കുറച്ച് ബ്രേക്ക് ഡാൻസും ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ കുറച്ച്. അപ്പോൾ അങ്ങനെ ആയിട്ട് അതിനോട് ഒരു കലയോടുള്ളൊരു ഇഷ്ടമാണ്. അങ്ങനെ എനിക്ക് വിസ ഈ ഖത്തറിലേക്ക് തന്നെ മാമന്മാർ ഇന്ന സ്ഥലത്ത്. എത്ര വയസ്സിൽ? ഒരു 16 വയസ്സായിട്ട്. 16 വയസ്സിൽ 16 വയസ്സിൽ 1 വർഷം സംതിങ് ആയിട്ട് അവിടെ ഉണ്ടായിട്ടുള്ളൂ. ഖത്തറിലേക്ക് പോയി? അല്ല, ഖത്തറിലേക്ക് പോയി. അന്ന് പാസ്പോർട്ട് ഒന്നുമില്ല. അപ്പോൾ വിസ വന്നതിന് ശേഷം പാസ്പോർട്ട് എടുക്കുക. എപ്പോഴും ഖത്തറിൽ അങ്ങനെ തോന്നുന്നു, ആർക്കും പോവാം വിസയിൽ അങ്ങനത്തെ. അപ്പോൾ ഒരു വിസ ലേബർ വിസ, ജോലി വിസ വന്ന്, വിസ വന്നിട്ടാണ് പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യുന്നത്. പാസ്പോർട്ടിന് അപ്ലൈ ചെയ്ത് പാസ്പോർട്ട് എടുത്ത്. അന്ന് മീശൊക്കെ വേണം, വയസ്സൊക്കെ കൂട്ടിയിട്ടായിരുന്നു. 4-5 വയസ്സ് കൂടുതലാണ് ചെയ്യുക. മൈനറാണല്ലോ, 18 കഴിയണ്ടേ മേജർ ആവണമെങ്കിൽ. അപ്പോൾ വയസ്സൊക്കെ കൂടുതൽ കാണിച്ച് റെക്കോർഡായിട്ട് പാസ്പോർട്ടൊക്കെ എടുത്ത് മറ്റേ അങ്ങനെ പൊക്കിയെടുക്കുന്ന തുണി പൊക്കിയെടുക്കുന്ന ക്യാമറ അല്ല അതിലിരുന്ന്. എനിക്കൊന്നും ഓർമ്മ ഉണ്ട്, പാലാസ് റോട്ടിൽ എൻ്റെ പോണത്തൊരു സ്റ്റുഡിയോ ഉണ്ടായിരുന്നു. പഴയ ഒരു പ്രായമുള്ള ഒരാൾ. അവിടെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കരിക്കട്ടോണ്ട് മീശൊക്കെ വരച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് അങ്ങനെ പോയതാണ് ഖത്തറിൽ ഒരു 5-8 വർഷം ഉണ്ടായിരുന്നു. 8 വർഷം അവിടെ പോയിട്ടാണ് ഈ കലയെ ഡെവലപ്പ് ചെയ്ത് വീണ്ടും. എനിക്ക് ഒരു സൂപ്പർ മാർക്കറ്റിലായിരുന്നു പണി. സൂപ്പർ മാർക്കറ്റ് ജോലി, രാത്രി വരെ ജോലി, കാലത്ത് വന്നു കഴിഞ്ഞാൽ രാത്രി വരെ ജോലിയാണ്. ആ ജോലിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ എൻ്റെ 1-2 സുഹൃത്തുക്കളുണ്ട്. ആ സുഹൃത്തുക്കളുടെ കൂടെ അവർ നാടക റിഹേഴ്സൽ അത് ഇതൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ കലയോടുള്ള താല്പര്യം കൊണ്ട് കൊച്ചിയിൽ തന്നെ എനിക്ക് കുറച്ച് ഒരിതുണ്ട്. പിന്നെ എന്നോട് അടുത്ത കുറച്ച് ആൾക്കാരുണ്ട്, അവരിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട്. അപ്പോൾ ഈ റിഹേഴ്സൽ കാണാനൊക്കെ പോയിരിക്കും. അങ്ങനെ അവർക്ക് സപ്പോർട്ട് ചെയ്യും. അവിടെ ഓരോ ഹെൽപ്പുകൾ ചെയ്ത് കൊടുക്കും. ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ ഹെൽപ്പുകൾ എന്ന് പറഞ്ഞാൽ ഭക്ഷണം വിളമ്പി കൊടുക്കുക, അത് പാത്രം കൊണ്ടുവച്ച് കൊടുക്കുക, അങ്ങനെയൊക്കെ ഭക്ഷണം പാർസൽ വാങ്ങിച്ച് കൊടുന്ന് കൊടുക്കുക. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്തിട്ട് അവരുടെ കൂടെ ഇങ്ങനെ കൂടും. എന്നോടുള്ള ഇഷ്ടമുണ്ടാകും. അവിടെ നിന്നാണ് എനിക്ക് ആദ്യമായിട്ട് ഒരു നാടകത്തിൽ നമ്മൾ സുഹൃത്ത് AVM ഉണ്ണി പറഞ്ഞിട്ട് പുള്ളിയാണ് എനിക്ക് ഫസ്റ്റിൽ ഒരു നാടകത്തിൽ ഒരു പെരുന്നാളിൻ്റെ അന്ന് ഭയങ്കര ഹൈ ക്രൗഡുള്ളൊരു പരിപാടിയാണ് ഖത്തറിൽ. ഭയങ്കര ഒരു വലിയൊരു സ്റ്റേഡിയത്തിലാണ്. അതിലൊരു ഇത് കിട്ടി. അതിനകത്ത് ഫസ്റ്റ് ആദ്യമായിട്ട് അഭിനയിക്കുക. പിന്നെ കുറേ നാടകങ്ങളൊക്കെ ഞാൻ ബുക്ക് ഷോപ്പും ഉണ്ട്. അപ്പോൾ പേപ്പർ ഇടാനും പോകാറുണ്ട്. ഡെലിവറി, കാലത്ത് ഡെലിവറി, പിന്നെ ഇത് അങ്ങനെയൊക്കെ. അപ്പോൾ ഈ നാടകത്തിൽ അതിനകത്തൊരു കള്ളൻ്റെ വേഷമായിട്ട് നല്ലൊരു കള്ളനെ ഖാലിദ് എന്ന് പറഞ്ഞിട്ട് ഒരാൾ ഡയറക്റ്റ് ചെയ്യുന്നത്. പെരുന്നാൾക്കായിരുന്നു. 2ാമത്തെ പെരുന്നാൾക്ക് എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു നാടകമാണ്. അതിനകത്ത് എനിക്കൊരു വേഷം കള്ളനായിട്ടായിരുന്നു. ഭയങ്കര കപ്പട മീശയും പിന്നെ ഒരു കള്ളിമുണ്ട്, ഒരു ബനിയൻ, ഒരു വലിയ ബെൽറ്റൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഇത്. കള്ളെന്ന് പറഞ്ഞാൽ പിന്നെ മുസ്ലിം പള്ളിയിലെ പെട്ടിയിൽ നിന്നും കക്കും, ക്രിസ്ത്യൻ്റെ അവിടുന്ന് കക്കും, ഹിന്ദുവിൻ്റെ ഇതും കേൾക്കും. ഇങ്ങനെ എല്ലാം കേൾക്കുന്നത്. അവന് അങ്ങനെ ഒന്നുമില്ല. അങ്ങനെ ഒരു അവനെ കോടതിയിൽ കൊണ്ടുവരുന്നത് അങ്ങനത്തെ ഏറ്റവും നല്ല ഹ്യൂമർ സാധനമായിരുന്നു. അങ്ങനെ അതിനത് ക്ലൈമാക്സ് ഭയങ്കര രസമാണ്. അങ്ങനെ നല്ല കയ്യുടെ കെട്ടി. എനിക്ക് ഭയങ്കര കുറേ ആൾക്കാർ അന്ന് ഫോട്ടോ എടുക്കാൻ ആരും വരില്ല, ഫോട്ടോഗ്രാഫ് ചെയ്താനടക്കം അന്ന് വന്നിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ ചെയ്തിട്ട് ഫസ്റ്റ് കിട്ടിയൊരു സാധനമായിരുന്നു. പിന്നെ അങ്ങനെ ഇതിനോട് ഇഷ്ടം തോന്നി. പറഞ്ഞാൽ അങ്ങനെയാണ് കുറേ നാടകങ്ങൾ കുന്തം പിടിച്ച് നിൽക്കുന്നത്. പിന്നെ അവിടുന്ന് ഡാൻസിനോട് താല്പര്യം, ഡാൻസ് തുടങ്ങി. ഡാൻസിൻ്റെ സുഹൃത്തുക്കൾ 2-3 അവരവരുടെ ഡാൻസ്, അതായത് ഭൂതപ്പാട്ട്, മാർഗം കളി, സെമി ക്ലാസിക്കൽ, ബ്രേക്ക് ഡാൻസ്, എല്ലാ ഡാൻസുകളും കളിച്ചിരുന്നു. ഒപ്പനൊക്കെ ഇവിടുന്ന് ആർട്ടിസ്റ്റുകൾ വരുന്ന ഷോ കണ്ട് അതിൻ്റെ കൂടെ ഞങ്ങളൊരു ഒപ്പന ആൾക്ക് കിട്ടുക ഭയങ്കര. ഒരു ഒപ്പനക്ക് ആകെ 500 റിയാലാണ് ഞങ്ങൾക്ക് കിട്ടുക. അതിന് 2000 റിയാൽ ഞങ്ങൾ ചിലവാക്കിയിട്ട് അതിൻ്റെ കോസ്റ്റ്യൂമും സാധനമൊക്കെ മേടിക്കാം. എല്ലാവരും കൂടി പങ്കിട്ടിരുന്നു. അപ്പോൾ ആർട്ടിസ്റ്റുകൾ വരുന്ന സ്റ്റേജിലൊരു വേദി, ഒരു ഇത് കളിക്കാൻ കിട്ടുക എന്ന് പറഞ്ഞാൽ
അത്ര. അപ്പം അങ്ങനെ അടിപൊളിയായിട്ട് അപ്പം പിന്നെ ഈ കലയോടുള്ള ഇഷ്ടം പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇതായി. പിന്നെ അവിടുന്ന് ഞാനൊരു 8 വർഷത്തോളം അവിടെ നിന്നിട്ടാണ് പിന്നെ നാട്ടിൽ വന്നിട്ടാണ് പിന്നെ സിനിമ മേഖലയ്ക്ക് ഷോർട്ട് ഫിലിം ആൽബം വരുമ്പോഴൊക്കെ ടെലിഫിലിമാണ്. ഒരുപാട് ടെലിഫിലിമുകൾ അഭിനയിച്ചെടുക്കുക. ഒന്നും ഇറങ്ങൂല. പൈസ മുടക്കും. ഈ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കാശുകളൊക്കെ ഇതിനകത്ത് ടെലിഫിലിമും ആൽബങ്ങൾ ഇതൊക്കെ എടുത്തിട്ട് അതാണ് സ്ഥിരം വരിക. അത് പറയും നമുക്ക് യുമാറ്റിക്കിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ ദൂരദർശനിൽ കൊടുക്കുക അങ്ങോട്ടൊക്കെ പറഞ്ഞിട്ട് തുടങ്ങൊക്കെ ഒന്നുണ്ടായിരുന്നു. സമയം കംപ്ലീറ്റ് ചെയ്യും, നമ്മളതിനെ ഇരുന്ന് കാണേണ്ടി വരും. ഒരു സിറ്റി ചാനലിൽ പോലും ഇടാനുള്ള ഒരു ഇത് അതിനെ അറിയില്ല, ഉണ്ടാക്കും കാണും. അപ്പോൾ വീട്ടിൽ നിന്നൊക്കെ പ്രശ്നങ്ങൾ തന്നെയാണ്. അതുപോലെ ഈ കലാപരിപാടി വീട്ടിൻ്റെ ആ മുറത്ത് മാത്രമേ എത്തുള്ളൂ, അകത്തേക്കുള്ള പരിപാടി ഇല്ല. ആർക്കും ഇഷ്ടമല്ല. നമ്മളെ ഫാമിലി ആണെങ്കിലും അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുണ്ടാവുന്ന ആ ഒരു ഇത്. അപ്പോൾ എതിർപ്പുകളൊക്കെ ആയിട്ട് വീണ്ടും ഇത് ഇഷ്ടം ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടിടത്തോളം ഈ കല എന്ന് പറഞ്ഞ രൂപം, ഈ ഇതിനോടുള്ള ഇഷ്ടം, എല്ലാ കലാരൂപവും അവസാനം ചെന്ന് പറയുന്നത് സിനിമയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു വൃത്താണ്, ഒരു വൃത്തം. ഈ വൃത്തത്തിന് ഒരു ദ്വാരം, ആ ദ്വാരത്തിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് കിടക്കാം, ഇങ്ങോട്ട് കിടക്കാൻ പറ്റില്ല. പിന്നെ വേറെ ഒരൊറ്റ ദ്വാരം ഇത് തന്നെ ഉള്ളൂ, എക്സിറ്റ് ഇല്ല, എൻട്രി മാത്രം. ഇതിനകത്ത് കടന്നു കഴിഞ്ഞാൽ ഏതൊരാളാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും ഇപ്പോൾ വലിയ നമ്മളെ മുഖ്യ മോഹൻലാൽ ഇവരൊക്കെ ഇനി എന്ത് കഥാപാത്രങ്ങൾ ചെയ്യാനുള്ളവർ, ഇനി എന്താ തെളിയിക്കാനുള്ളത്, ഇപ്പോഴും അവർക്ക് അടങ്ങാത്ത ആവേശം, അഭിനയ ആവേശമായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇതൊരു ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ വന്ന് പെട്ടതാണ് ഈ ആഗ്രഹം. അതിനകത്ത് പിന്നെ ഒരു ജേണി ആയിരുന്നു. നാട്ടിൽ വന്നിട്ട് നാട്ടിലുള്ള എല്ലാ പണികൾക്കും ഞാൻ പോയിട്ടുണ്ട്. ഒരുവിധ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള പ്രശ്നത്തിൽ സാമ്പത്തിക അവരെ പട്ടിണിയാക്കിയിട്ടുള്ള ഒരു ഇതിലൊന്നും ഞാൻ പോയിട്ടില്ല. അവരെ കഷ്ടപ്പെടുന്ന ഇപ്പോഴും അതെ. ഞാൻ ഉണ്ടാക്കുന്ന കാശുകൾ ഓൾമോസ്റ്റ് സിനിമയിൽ തന്നെ. എനിക്ക് കുറേ ബംഗ്ലാവോ ബിൽഡിങ്ങുകളോ ഷോപ്പിംഗ് മാള് അങ്ങനെയുള്ളതൊന്നുമില്ല. അവിടെ നിന്ന് ഉണ്ടാക്കുന്ന കുറച്ച് കാശ് അതുകൊണ്ട് സിനിമ ഇഷ്ടപ്പെടുന്നു എടുക്കുന്നു. അന്ന് ടെലിഫിലിമൊക്കെ എടുത്തിട്ട് പിന്നെ സിനിമയിലേക്കുള്ള പ്രവേശനം എങ്ങനെയാണ്? സിനിമയിലേക്കുള്ളതെന്ന് പറഞ്ഞാൽ സിനിമയുടെ വിവിധ മേഖലകളിൽ ഞാൻ വർക്ക് ചെയ്ത്. എന്തൊക്കെ മേഖല? സിനിമയോട് ഇഷ്ടം കൊണ്ടിട്ട് നടന്മാരെ അടുത്ത് കാണാൻ, ഷൂട്ടിങ് കാണാൻ, അങ്ങനെയൊക്കെ ആഗ്രഹം കൊണ്ട് ഞാൻ എല്ലാ ആർട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കോസ്റ്റ്യൂമിൻ്റെ ഇത് ചെയ്തിട്ടുണ്ട്, ക്യാമറ അസിസ്റ്റൻ്റായിട്ട്, ഡയറക്ടർ അസിസ്റ്റൻ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഓരോ ആൾക്കാരുടെ കൂടെ കുറച്ച് പ്രൊഡക്ഷനിലൊക്കെ ടെലിവിനൊക്കെ ചെയ്താൽ ഞാൻ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ട് പ്ലേറ്റ് കഴുകലും പിന്നെ മീൻ നന്നാക്കലും ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത്. ഫസ്റ്റ് സിനിമയിലേക്ക് എങ്ങനെയാണ് കയറിയത്? അതാണ് ഫസ്റ്റ് സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഷാർജ ടു ഷാർജ, ജയറാമിൻ്റെ ഷാർജ ടു ഷാർജ. അതിൽ ആർട്ടിൽ വർക്ക് ചെയ്തിരുന്നു. ആർട്ടിൽ പറഞ്ഞാൽ അതിൽ ആർട്ടിൽ വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെ ഒരു സെറ്റ് ഇടണം, വലിയൊരു സെറ്റാണ്. ഈ സെറ്റ് കാവലും അവിടുത്തെ മറ്റുള്ള പണി കൊതുകഴി ഭയങ്കര കൊതുകൊക്കെ സെറ്റ് കാവലും ഇതൊക്കെയാണ് കയറി. അങ്ങനെയായിട്ട് അതിനകത്ത് AK സാജൻ, AK സന്തോഷ് അവരായിരുന്നു പിന്നെ അതിൻ്റെ ഇത്. അപ്പോൾ അതിനകത്തേക്ക് കുറേ ഞാൻ ഖത്തറിൽ നിന്നായിരുന്നു. കുറച്ച് അറബിയൊക്കെ അവിടുന്ന് അറിയാം. അപ്പോൾ അതിനകത്ത് ഈ ജയറാം പറയുന്ന അറബി ഞാൻ തർജ്ജമാക്കി കൊടുക്കുന്നുണ്ട് ഡയറക്ടർക്ക്. അത് മലയാളത്തിൽ ഇന്നതാണ് പറയേണ്ടത്, അതിനെന്താ അറബി പറയാന്നുള്ളത് ഞാനാണ് അവർക്ക്. അപ്പോൾ അങ്ങനെ അതായിട്ട് അവരിനൊക്കെ ആയിട്ട് നല്ല ഇതായിട്ട് ചെറിയൊരു സംഭവം. അപ്പോൾ അതിനകത്ത് ഒരു കോമ്പിനേഷനുള്ള സീനിലാണ് MN നമ്പ്യാർ, രാമു, ക്യാപ്റ്റൻ രാമു, രാജൻ പി ദേവ്, അങ്ങനെയുള്ള ഒരു കോമ്പിനേഷനിൽ ഫസ്റ്റ് ഇതിലെനിക്ക് നിൽക്കാൻ പറ്റി. ഒരാളായിരുന്നു അത്. അവരെ ആ ഡയറക്ടറെ ആരോ ഒരു ബന്ധത്തിൽ ഒരാളും കൂടി വെച്ചിട്ട് രണ്ടാളാക്കി. പക്ഷെ എനിക്ക് ആ ഒരു ഇത് കിട്ടി. ഒരു ഫസ്റ്റ് ലൈനിൽ ഫൈറ്റാണ് വന്ന് വീഴുന്നതും അവിടുന്ന് ഒരു സാധനം എടുത്തിട്ട് വന്നിട്ട് MN നമ്പ്യാരുടെ മുമ്പിൽ കപ്പിത്താനേ എന്ന് പറഞ്ഞ് വിളിച്ച് വരുന്നു. വലിയ കുറേ അതിൽ നിന്ന് കട്ട് വരും. പടം വന്ന് നോക്കുമ്പോൾ 4 മണിക്കൂറായിട്ടുണ്ടായിരുന്നു. ഈ 4 മണിക്കൂർ കട്ട് ചെയ്ത് പടത്തിനാക്കാൻ വേണ്ടിയിട്ട് കുറേ കട്ട് ചെയ്ത് പോയി. പക്ഷെ എന്നാലും കുറേ അതിനകത്ത് തന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അതിൽ തന്നെ അന്ന് തന്നെ ഞാൻ അടിച്ചു പോകേണ്ട ഒരു അപകടമൊക്കെ ഉണ്ടായി. ഉടനെ ഒരു കോളനി കത്തിക്കുന്ന ഒരു സീക്വൻസിൽ ഞങ്ങൾ ആർട്ടിയറാണ് ഇത് പന്തം ഇങ്ങനെ വന്ന് വീഴുന്നതേ കാണിക്കുള്ളൂ. അപ്പോൾ പന്തം ഇങ്ങനെ പെട്രോൾ മുക്കിയിട്ട് പിന്നെ ഡീസൽ മുക്കിയിട്ട് കത്തിച്ചിട്ട് എറിയും കോളനി കത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ ആർട്ടിയർ ഇങ്ങനെ എറിഞ്ഞിടും. ആ എറിഞ്ഞതിൽ ഈ പെട്രോളിൻ്റെ ഒരു ഇത് ഡീസൽ കലക്കി വെച്ചതുണ്ട്. അതിനകത്ത് ഈ പന്തട്ട് മുക്കിയിട്ട് വിളക്ക് കത്തിക്കണത്. അപ്പോൾ കത്തിക്കുന്ന ഇപ്പുറത്ത് അറിഞ്ഞപ്പോൾ ഒന്നിങ്ങനെയാണ് തിരിഞ്ഞ് അവിടെ പോയി കത്തിക്കണോടത്ത് പോയി ആ മറ്റേ പന്തത്തിന് കത്തിച്ചിട്ട് വരുമ്പോഴത്തേന് ഈ സംഭവം നേരെ ഡീസൽ പോയത് നേരെ കത്തി ഡീസൽ ഡബ്ബ മൊത്തം കത്തി അതിൻ്റെ സെൻറ്ററിൽ എന്തോ അതിനെല്ലാവരും മണ്ണൊക്കെ ഇട്ട് ചാക്കൊക്കെ ഇട്ടിട്ട് പുറത്ത് മറിച്ചിട്ടിട്ട് കഴിച്ചില്ലേ. അങ്ങനെ കുറേ സംഭവങ്ങൾ. ഈ ജയറാമിൻ്റെ പടത്തിൽ ആദ്യം അഭിനയിച്ചു.
പിന്നീട് അഭിനയത്തിലേക്ക് അങ്ങ് കയറുവാണ് ഇത്. അഭിനയത്തേക്ക് ഞാൻ മമ്മൂക്കാടെ കൂടെ വേഷത്തിൽ മമ്മൂക്കാടെ 2 അടി മേടിച്ചിട്ടുണ്ട്. പിന്നെ ശംഭു, ഉദയം, കൊട്ടേഷൻ, ഉമ്മപ്പണ്ണൂര് അവിടെ, അതിൻ്റെ തമിഴ് എൻമനം വാനിലെ, അങ്ങനെ ഒരുപാട് പടങ്ങൾ, മറ്റേ പടങ്ങളൊക്കെ കുറച്ച് ആയിട്ട് സീനിലൊക്കെ അങ്ങനെ കുറേ പടങ്ങളുണ്ട്. അവിടെയൊക്കെ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുത്തോ? ബന്ധങ്ങൾ കുറേ താരങ്ങളായിട്ടുള്ള ബന്ധം. നമ്മളിത് വർക്കറാണ്, അതിനൊക്കെ ഓൾമോസ്റ്റ് നമ്മൾ ഓരോ വർക്കാണ് അതിനകത്ത് ചെയ്യുന്നത്. അതിന് കിട്ടുന്ന എപ്പോഴും ഓരോ ചിലവർക്ക് ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ പടത്തിൽ ഉൾപ്പെടെ പ്രതീക്ഷിക്കാത്ത ഒത്തിരി പേര് അഭിനയിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന ചെറിയ ചെറിയ വേഷങ്ങളാണ്. ഈ ലൊക്കേഷൻ ഉണ്ടാകുന്ന ജോലിക്ക് നിന്ന് കഴിഞ്ഞാൽ ചില സമയത്ത് സാർ പോസ്റ്റ്, സാർ ചായ, സാറേ ആള് വിളിക്കുന്നുണ്ട്, പിന്നെ ചെടി നനയ്ക്കുന്നത്, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ചെറിയ ചെറിയ സംഭവങ്ങൾ ഇതിനകത്ത് നിന്ന് പണിയെടുത്ത് കഴിഞ്ഞാൽ അവർക്കൊക്കെ കിട്ടും. ഇപ്പോഴും നിങ്ങൾ ചെക്ക് ചെയ്തോ, ഈ സിനിമയുടെ അകത്ത് വർക്ക് ചെയ്യുന്നവർ, ഓരോ മേഖലയിലും വർക്ക് ചെയ്യുന്ന, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും വർക്ക് ചെയ്യുന്ന ഓൾമോസ്റ്റ് ആൾക്കാർ സിനിമയിൽ അഭിനയം മോഹിച്ചാൽ, സ്ക്രിപ്റ്റ് മോഹിച്ചാൽ, വേറെ ഏതെങ്കിലും സെക്ഷനിൽ അവർ ആഗ്രഹിച്ചു കൊണ്ടുവന്നവരായിരിക്കും കുറേ. പിന്നെ അത് കുടുംബപരാധമായിട്ട് അങ്ങനെ പോകുന്നവരായിരിക്കും ഓൾമോസ്റ്റ്. ചെക്ക് ചെയ്താൽ അങ്ങ് കിട്ടും. ഈ ബന്ധങ്ങൾ പിന്നീട് ഈ പറഞ്ഞ അതിൻ്റെ ഞാൻ ഒരു ബന്ധം എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം. ഒരാളെ ബന്ധം ഞാൻ പോയിട്ട് ഇന്ന് വരെ ഞാൻ അത് ചൂഷണം ചെയ്യണോ അത് ഉപയോഗിക്കാനോ ആരും എന്നെ അങ്ങനെ വിളിച്ചിട്ട് ഒന്ന് രണ്ട് പേരുണ്ട്. എൻ്റെ കൂടെ ഫസ്റ്റ് ജേണിയിലുണ്ടായിരുന്ന എൻ്റെ ഡയറക്ടർ, പിന്നെ ഈ ഷോർട്ട് ഫിലിമുകൾക്ക് ഓൾമോസ്റ്റ് ചെയ്തത് എൻ്റെ സുഹൃത്താണ്. പുള്ളിക്ക് 2-3 പടം ചെയ്യാനുള്ള ഇത് ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്തത്, പുള്ളി തന്നെയായിരുന്നു ഡയറക്ടർ. അപ്പോൾ അങ്ങനെ അവർ എന്നെ കുറേ രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലാണ്ട് എനിക്ക് അങ്ങനെ 1-2 പേര് ചാൻസ് വാങ്ങിപ്പോൾ ഇതിനകത്തൊക്കെ ചാൻസ് വാങ്ങിച്ച ആർട്ടിൽ ഞാനും ഇപ്പോൾ അവനും എല്ലാവരും കൂടി ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ അവൻ എനിക്ക് വേണ്ടിയൊക്കെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. ഒരു വേഷം വേണം, ഇങ്ങനെ അഷ്റഫിന് എന്തെങ്കിലും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരാൾ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തൊരു വേഷം വാങ്ങിക്കുക. ഞാനായിട്ട് എൻ്റെ കൂടെ വന്നവരൊക്കെ ഒരുപാട് ഹൈറ്റിൽ കളിക്കുന്നവരും പല മേഖലയിലായിട്ടുള്ളവരുണ്ട്. പക്ഷെ അവരൊന്നും വിളിച്ചിട്ട് അഷ്റഫെ എടാ എൻ്റെ ഒരു സംഭവമുണ്ട്, ഒരു ചെറുതുള്ളൂ, നീ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഞാൻ അത്രയും ഇതായിരിക്കും. പിന്നെ എൻ്റെ ജേണിയിൽ അവനുണ്ടാവും അങ്ങനത്തെ ഒരു ഇതാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു അവസരം ഒരാളും അങ്ങനെ തന്നിട്ടില്ല. നമ്മൾ ചെയ്യാവുന്ന ഹെൽപ്പൊക്കെ ചെയ്തവരാണ് അവർ, എന്നിട്ട് പോലും ചെയ്തവർ ഒരുപാട് ആൾക്കാരുണ്ട്. ഞാനൊന്നും പ്രതീക്ഷിച്ചിട്ട് ചെയ്യുന്നില്ല കേട്ടാ. എനിക്കറിയാം സിനിമ, എനിക്ക് കുറേ ഇതിൻ്റെ പുറകെ പോയപ്പോൾ എനിക്കറിയായിരുന്നു. അല്ല, ഈ പറഞ്ഞ പോലെ കുറേ സിനിമയുടെ പേര്, ഒത്തിരി സിനിമകൾ അഭിനയിച്ചു പോയി. എനിക്ക് തോന്നുന്നു കലാഭവൻ കൂടെയൊക്കെ അല്ലേ? അതെ. അങ്ങനെ അഭിനയിച്ച കൂട്ടത്തിൽ നമുക്കെന്നും നമ്മളെ സപ്പോർട്ട് ചെയ്ത, അന്ന് കണ്ട അതേ ഇതിൽ തന്നെ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും. പക്ഷേ അന്ന് കണ്ടിട്ട് പിന്നെ നമ്മുടെ എല്ലാ സുഖങ്ങളും അനുഭവിച്ചവർ, നമ്മളെ തള്ളി പറഞ്ഞവരും ഉണ്ടാവും. അങ്ങനെ ഓർത്തെടുക്കുകയാണെങ്കിൽ ഏത് രീതിക്കായിരിക്കും അഷ്റഫ് ഓർത്തെടുക്കുക? തള്ളി പറഞ്ഞവരെ പേര് എന്തായാലും നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ട് കാര്യമില്ല, ഞാൻ പറയില്ല. എന്താ വെച്ചാൽ അനുഭവം അങ്ങനെ ഉണ്ടായിട്ടുണ്ട്, ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട്. തള്ളി പറഞ്ഞ ഇപ്പോഴും, അതായത് എവിടെയോ ഒരു ഇതിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഈ നമുക്ക് വളരാൻ എതിരാളികൾ വേണം. വളർച്ചയിൽ വിമർശനങ്ങളാണ് കൂടുതലുണ്ടാകുക. ഒരുപാട് വളരണമെന്ന് വെച്ചെങ്കിൽ മറ്റേ ഇയാളെ ആരോട്ടോ പറഞ്ഞതാണ്. അപ്പോൾ ശത്രുക്കൾ കൂടുന്തോറും നമ്മളെ വളർച്ച കൂടുന്നതിനും ശത്രുക്കളും കൂടും എന്ന് പറഞ്ഞ പോലെ എൻ്റെ കൂടെ നടന്നിരുന്ന, എൻ്റെ തോളോട് തോളൊപ്പം നടന്നിരുന്ന, എൻ്റെ കൂടെ ഇറങ്ങിയ ഏറ്റവും വലിയ സുഹൃത്തുക്കളാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിമർശകരും പിന്നെ ശത്രുക്കളും ആയിട്ടുണ്ടാവുക. എന്നുവെച്ചാൽ എല്ലാ ജേണിയിലും നമുക്ക് എല്ലാവരെയും കൂട്ടിപ്പിടിക്കാൻ ചെല്ലാൻ പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഞാൻ എല്ലാവർക്കും പുതിയ ആൾക്കാർക്കാണ് അവസരങ്ങൾ കൊടുത്തിട്ടുള്ളത് കൂടുതൽ. ഞാൻ വലിയ ലെവലിലേക്ക് എത്തിപ്പെടാൻ ഒന്നുമല്ല. അപ്പോൾ ഞാനൊരു ചെറിയൊരു സിനിമ എടുക്കുകയാണെങ്കിലും എനിക്ക് വലിയ ആർട്ടിസ്റ്റുകളെ വെച്ച് ചെയ്യാവുന്നത്ര പൈസ ഈ ചെറിയ സിനിമക്ക് പോകുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് എനിക്ക് വലിയ സിനിമ ചെയ്തുകൂടാ, അങ്ങനെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഈ ബന്ധങ്ങൾക്ക് ഞാൻ വില കൊടുത്ത്, ബന്ധങ്ങൾ ഒരുപാട് സുഹൃത്തുക്കളെല്ലാം കൂട്ടിപ്പിടിച്ചിട്ടാണ് ഓൾമോസ്റ്റ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ ഞാനൊന്ന് രക്ഷപ്പെട്ട് അവരെ കൂട്ടിപ്പിടിക്കുമ്പോൾ ഒരു ഇതുണ്ടാവും. അതാണ് ഇപ്പോൾ ഞാൻ നോക്കുന്നത്. ഒരെണ്ണെങ്കിലും സക്സസ് അടിച്ചപ്പോൾ ഈ ഓൾമോസ്റ്റ് ഈ പടങ്ങൾ ചെയ്തതൊക്കെ എനിക്ക് കാശ് സിനിമ തിരിച്ചു തന്നിട്ടില്ല. സിനിമ എന്ന് പറഞ്ഞാൽ അമ്മയാണ്. ഈ അമ്മ ഏതെങ്കിലും ഒരു കാലത്ത് സ്വന്തം മക്കളെ തിരിഞ്ഞു നോക്കാണ്ടിരിക്കൂല എന്നുള്ള ആ ഒരു അതിലേ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇന്നും എനിക്ക് ഇതിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കുന്ന കാശ് ആദ്യമൊക്കെ എൻ്റെ കുടുംബത്തിലെല്ലാവരും എന്നെ വിമർശിച്ചിരുന്ന ഇതാക്കിയിരുന്നു. ഇപ്പോഴും എടുക്കുന്നതിനൊക്കെ ഇതാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ആദ്യമൊന്നും ഭാര്യയൊക്കെ ഭയങ്കര പ്രശ്നം. ഞാൻ ചെയ്ത ചില ഷോർട്ട് ഫിലിമുകൾ
ഖത്തറിൽ നിന്ന് വന്നിട്ടാണ് വിവാഹം? ഖത്തറിൽ നിന്ന് വന്നിട്ടാണ്. ഖത്തറിൽ നിന്ന് അത് ഫസ്റ്റ് 19 വയസ്സിൽ തന്നെ കല്യാണം നടന്നു. 19 വയസ്സിൽ തന്നെ ഒരു 2 പെങ്ങളും ഒരു അനിയനും ഉണ്ടായിരുന്നു. അപ്പോൾ മൂത്ത ആളെന്നുള്ള എനിക്ക് പിന്നെ ഞാൻ കല്യാണം വീട്ടിലാരും ഇല്ല, പെങ്ങന്മാർ 2 ആളെ കെട്ടിച്ച്, ഞാനും അനിയനും മാത്രമേ ഉണ്ടാവും. അപ്പോൾ വീട്ടിലും ഉമ്മാക്കും ഇതിനൊന്നുമില്ല, ഞാൻ ഗൾഫിലേക്ക് പോകുന്നു, അനിയനും മാത്രമേ ഉള്ളൂ. അങ്ങനെ ആ കാലഘട്ടങ്ങൾ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ അങ്ങനെയാണ് പെട്ടെന്നുള്ള വിവാഹം ഉണ്ടായത്. ഒരു 19 വയസ്സിലായിട്ടാണ് കല്യാണം കഴിഞ്ഞിരിക്കുന്നത്. ഭാര്യയൊക്കെ എതിർപ്പായിരുന്നു, ഭയങ്കര എതിർപ്പ്. അന്നൊക്കെ ഭയങ്കര എതിർപ്പായിരുന്നു. അന്നൊക്കെ ഇറങ്ങാത്ത ഞാനൊരു ചെയ്തൊരു വെളിച്ചപ്പാടിൻ്റെ ഒരു സാധനം ചെയ്ത്, ആ സാധനത്തിന് എനിക്കത് ഇന്ന് വരെ എനിക്ക് ഇറക്കാൻ പറ്റില്ല. ഞാൻ എനിക്ക് അന്ന് ഈ ഡയറക്ഷൻ മൈൻഡ് മറ്റുള്ളതൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഇതിനകത്ത് ഒരു ബലാത്സംഗ സീക്വൻസ്, റേപ്പ് സീക്വൻസ്, ഭയങ്കര വില്ലനാണ്. ഒത്തിരി ജുബ്ബൊക്കെ ഇട്ട് ഗോൾഡൊക്കെ ഇട്ട് ഭയങ്കര ഇതായിട്ട് എടുക്കുന്ന, ഭയങ്കര ആ ഭാഗത്ത് കുറേ ഫ്രണ്ട്സുകളും കരിക്കൊക്കെ വെട്ടി ചാരായൊക്കെ അടിച്ച് ആ ഏരിയയിലുള്ള എല്ലാ പെണ്ണുങ്ങളിലെയും ചെയ്യുന്ന അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ഒരു വെളിച്ചപ്പാടിൻ്റെ ഭാരനായിട്ടുള്ള ഒരാളെ ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ അതിനെ ടോക്ക് ചെയ്യാം അങ്ങനെ. അപ്പോൾ ഒരു അമ്പലത്തിൽ ചുറ്റുവിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവിടുന്ന് ആണ് വെള്ളം കാണുന്നത്. വെള്ളം ഇത് ചെയ്യാൻ നമ്മൾ കൊട്ടുപണി ഒരു രക്ഷയില്ല. ഇനി വെളിച്ചപ്പാട് ഒരു ദിവസം വിട്ടു പോകണം. നല്ല സബ്ജക്റ്റായിരുന്നു. വീട്ടിൽ നിന്ന് പിന്നെ അമ്പലത്തിലേക്ക് പോകണം. ആ സമയത്ത് നിന്ന് മോളെ ബർത്ത്ഡേ ബലൂണൊക്കെ ആയിട്ട് നേരത്തെ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മിഠായി കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നു. കള്ളു കുടിക്കാണ്ട് വരുന്ന കാരണം പിന്നെ ഇവരും ടീമോട്ടിരിക്കുന്നു. അവർ വരുമ്പോൾ കരിക്കൊക്കെ വെട്ടി ഇവനെ വെള്ളം കുടിപ്പിച്ചിട്ട് ഇവനെ മൂടാക്കിയിട്ട് അവിടെ ഇവ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നു, ഇവിടെ വരുന്നത്. അപ്പോൾ ഒരു ചെറ്റ വീടാണ്, ചെറ്റപ്പേര പോലത്തെ ഒരു ഓലയുടെ ഇതിങ്ങനെ ഇറക്കിയിട്ട്. അപ്പോൾ നേരം വൈകിട്ടാണ് വന്നല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് വീടൊക്കെ ഇട്ട് ചവിട്ടിക്ക് എടുത്തിട്ട് ചെറ്റ തുറന്ന് എന്നെ കാണുന്നു. ഈ മുഖം പൊത്തുനിന്ന് നേരെ അങ്ങോട്ട് കൊണ്ടുവന്നു. ഇത്രയേ ഉള്ളൂ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ ചെറ്റ ബാക്കിലെ കായ കൊണ്ട് അടിക്കുന്നു. ഇവരിത് ക്യാമറ കുലുക്കി ബഹളം ഡബ് ചെയ്യുമ്പോൾ കൊടുത്ത് ഇളക്കി ആകെ പ്രശ്നമാക്കി. പിന്നെ അവിടുന്ന് നീറ്റ് വരുന്നതും ഈ വെളിച്ചപ്പാട് വന്നിട്ട് കണ്ടുകൊണ്ട് വരുന്നത് വെട്ടുന്ന്, ഞാൻ മറിയുന്നു, അവൾക്ക് വെട്ടുമല്ലെന്ന് ജയിലിൽ വീണ്, അങ്ങനത്തെ ഒക്കെ സീനുണ്ട്. ഈ ഒരു സീന് കാരണം ഇത് എനിക്ക് ഇറക്കാൻ പറ്റില്ല, ഇറങ്ങാനില്ല. അന്ന് ഇറങ്ങി അത് യൂട്യൂബിലോ വേറെ എവിടെയും ടി വിയിൽ അവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് എൻ്റെ കുടുംബത്തിൽ നിന്ന് എൻ്റെ ഭാര്യ പോകും. അപ്പം അതിൻ്റെ പേരിൽ ഇറക്കാൻ പറ്റില്ല. ഇന്ന് പറഞ്ഞാൽ കുറേയൊക്കെ മനസ്സിലായി. കുറേയൊക്കെ നേരത്തെ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞു എനിക്ക് വിഷമം ഉണ്ടായി എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇതിലേക്ക് പോയത്. ഞാൻ പറഞ്ഞല്ലോ കൂടെ നിന്ന് ഒരു ചതിച്ച അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമുണ്ട ഒരു കാര്യമുണ്ട്, എനിക്ക് പറയണമെന്ന് പറഞ്ഞു. അത് പറഞ്ഞില്ല അതിൻ്റെ ഇടയ്ക്ക്. വിഷമമുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല. വിഷമമുള്ളത് ഞാൻ ആ വിഷമം എൻ്റെ, അതായത് നമ്മൾ എവിടെ എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ നമ്മളൊരു മത്സരം, ഒരു ഓട്ട മത്സരത്തിൽ ഞാനും ഒരുപാട് 35 വർഷം അതിൽ കൂടുതലായി ഞാൻ ഈ സിനിമയും സീരിയലും ഷോർട്ട് ഫിലിമും അതും ഇതായിട്ടാണ് എവിടെ എത്താത്ത ആളാണ്. നമ്മൾ പോലും അതുപോലത്തെ ഒത്തിരി പേരുണ്ട് കേട്ടോ. ഒന്നും ആവാണ്ട് തോന്നോട് ഇഷ്ടമായിട്ട് കുടുംബം പോയിട്ടും എല്ലാം പോയിട്ടും നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഞാനിതിൽ ഈ ഓട്ട മത്സരത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ചാണ് ഓടുക. ഇത്രയും സ്ട്രെയിഞ്ച് എല്ലാവരും ഓടുന്നു. അതിൽ ഫസ്റ്റ് കിട്ടിയ ആളെ കൂടെ മാത്രമേ, അതെ ജയിച്ച ആളെ കൂടെ ആളുണ്ട്, പരാജയപ്പെട്ടവരുണ്ട്. സെക്കൻഡ് വാങ്ങിയതിനെ പോലും മൈൻഡ് ചെയ്യില്ല. സെക്കൻഡ് വാങ്ങിച്ചവനെ പോലും മൈൻഡില്ല. ഫസ്റ്റ് കിട്ടിയ ആളെ കൂടെ അവനാണ് വെക്കുന്നത്. ട്രോഫി മാല അതൊക്കെയാണ് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മളിപ്പോൾ ഇന്ന് നിലവിൽ നിൽക്കുന്നവർ. സിനിമ വരുന്നതിന് മുമ്പൊക്കെ നമ്മൾ സിനിമയിലുണ്ട്. സിനിമ എന്താണെന്ന് ഏറെക്കുറക്കറിയാം. ഓരോ തലമുറകൾ മാറുമ്പോൾ അതിനുള്ള വ്യത്യാസങ്ങൾ വരുന്നുണ്ടെന്ന് മാത്രം സിനിമ അറിയാം. അപ്പോൾ ആ വിജയിക്കാത്ത ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് നിങ്ങൾക്ക് വേറെ നല്ലൊരു ആളെ എടുത്തിട്ട്. അല്ല, അഷ്റഫിന്റെ വിജയം ഇപ്പം ഞാൻ കാണുന്നു. അഷ്റഫ് അതല്ല അവിടുത്തെ വിഷയം ഞാൻ കാണുന്നു. ഇപ്പം അത് എൻ്റെ സിനിമയുടെ യാത്ര കുറേ സിനിമകൾ അഭിനയിച്ചു. കലാഭമണിയുടെ ഒക്കെ അഭിനയിച്ചു. കലാഭമണിയുടെ സിനിമ വില്ലൻ. കലാഭമണിനായിട്ട് നല്ല ബന്ധമായിരുന്നു. അത് ഞാൻ പറയാം. മരിക്കുന്നതിൻ്റെ ലാസ്റ്റ് ഒരു പക്ഷേ എൻ്റെ വീട്ടിലായിരിക്കും വന്നിട്ടുക. പാലക്കാട് ഒരു പരിപാടിയിലാണ് പങ്കെടുത്തെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ വീട്ടിലാണ് ലാസ്റ്റ് വന്നിട്ടുള്ളത്. ലാസ്റ്റ് വന്ന് പോയി എൻ്റെ ഒരു പടത്തിൻ്റെ സബ്ജക്റ്റ് പറയാൻ അന്ന് ജാഫറിനെ ഇവരനൊക്കെ ടാൻ ചെയ്തിട്ട് പോയിരുന്നത്. ജാഫർ പോയതും ജാഫറിൻ്റെ കൂടെ സോജൻ, റെനി, അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ കുറച്ചിട്ട് ഒരു പടത്തിൽ ഒരു പോലീസ് വേഷം ചെയ്യാൻ വേണ്ടിയിട്ട് പുള്ളിയോട് പറയാനും കൂടിയിട്ടാണ് അന്ന് പോയത് അവർ. അത് പറയാൻ വേണ്ടിയിട്ട് പോയത്. പക്ഷേ അന്നാണ് അതിൻ്റെ ശേഷമാണ് ഈ സംഭവങ്ങളൊക്കെ. നല്ല അടുപ്പായിരുന്നു. പുള്ളിയുടെ ലാസ്റ്റ് മൂവി 3-ാം നാൾ എന്ന് പറഞ്ഞിട്ട് ഞാനാണ് പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ഓപ്പോസിറ്റ് വില്ലൻ ചെയ്തത് ഞാൻ. അവന് ത്രോട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇതായിരുന്നത്. അപ്പോൾ അത് അന്ന് എന്നെങ്ങനെ കൂട്ടി പിടിച്ചിരിക്കുക, രക്ഷപ്പെടുക്കുക, നല്ല ടൈമിങ്ങാണ്. ഫൈറ്റൊക്കെ നല്ല പുള്ളിയെ മേലങ്ങാനിൻ്റെ കൈ കൊണ്ടു കഴിഞ്ഞാൽ പ്രശ്നമല്ലേ. അപ്പോൾ ഫൈറ്റിൽ നല്ല ഇതായിരുന്നു അതിനകത്ത്. അപ്പോൾ അതൊക്കെ എന്നോട് പുള്ളി ഒരുപാട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നല്ല അടുപ്പായിരുന്നു. നല്ല അടുപ്പായിരുന്നു. അപ്പോൾ അന്ന് ആ പടത്തിൻ്റെ ഇക്കാൻ്റെ പടമല്ലേ, എനിക്കൊന്നും വേണം, ഞാൻ വന്ന് ചെയ്തിരിക്കും എന്ന് പറഞ്ഞു ആ പടത്തിൽ. അന്ന് അങ്ങനെ പറഞ്ഞു വന്നതാണ്. എന്നിട്ട് അന്ന് ജാഫറൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞതാണ്. പിന്നെ ഈ സോജനും ഇവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞ് പുള്ളി ഓക്കെയാണ്, പുള്ളി അഭിനയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന്. അതിൻ്റെ പിറ്റന്നാൾ ഈ മരിക്കുന്നു. അന്ന് അതിൻ്റെ തലേദിവസമാണ് ഗൾഫിലേക്ക് പോയിട്ടുള്ളൂ. ഞാൻ ഇവിടെ വന്നിട്ട് പോയിട്ട്
മരിച്ചെന്ന് പറഞ്ഞിട്ട് ഇവർ വിളിച്ചു വരുമ്പോൾ അമൃതയിലാണുള്ളത്. ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജാഫറൊക്കെ വിളിച്ചു പറഞ്ഞപ്പോൾ ഞാൻ അന്ന് രാത്രി തൊട്ടടുത്ത ഫ്ലൈറ്റ് നോക്കിയിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നു. 3 ദിവസം ഞാൻ ചാലക്കുടിയിൽ സിദ്ധാർത്ഥ ലോഡ്ജിൽ താമസിച്ചിട്ട് ഇതിൻ്റെ ചുറ്റുവട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുള്ളായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ജാഫറിനെ പോലീസിൽ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുമ്പോൾ എൻ്റെ വണ്ടി ഞാനായിരുന്നു കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെ ഈ അതിന് ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏത് സിനിമയായിരുന്നു? ആദ്യ സിനിമ ഭഗവതിപുരം എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോൾ മൊത്തത്തിൽ 6ാമത്താണ്. ആ സിനിമ ചെയ്യാനുള്ള പ്രചോദനം എന്താണ്? ആ സിനിമ ഞാൻ ചെയ്യാം പ്രൊഡ്യൂസിങ് അന്നൊന്നും അറിയില്ല എനിക്ക് അത്രതായിട്ട്. പക്ഷേ നമ്മൾ സുഹൃത്ത് വലയങ്ങളെല്ലാവരും കൂടി പറയുമ്പോൾ അതിലായിരുന്നു ഇത്. എനിക്കതിനെ കുറിച്ചിട്ട് അപ്പോൾ എൻ്റെ ഡയറക്ടറിനെ പുള്ളി പറഞ്ഞു നമുക്കിതൊരു 10-30 ലക്ഷം രൂപയെ വരുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അതിലേക്ക് ഇറങ്ങുന്നത്. 30 ലക്ഷം. പിന്നെ അത് ഇത് പടത്തിലേക്ക് കാശിറങ്ങി നന്നാവും തോറും പിന്നെ നല്ല വരുമാനം കിട്ടും, എങ്ങനെയും കാശുണ്ടാക്കി കംപ്ലീറ്റ് ചെയ്യാന്ന്. അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കോടി രൂപയാണ് ഇതിന് ചിലവായത് 15 വർഷം മുമ്പ്. ഇന്ന് 10 കോടി 15 കോടിയുടെ ഇതാണ് അന്ന്. 1 കോടി എന്ന് പറഞ്ഞാൽ ഇന്നും കംപ്ലീറ്റ് ഒരുമിച്ച് ഞാൻ കാണാത്ത ആളാണ്, അത് വേറെ വിഷയം. അന്ന് ചിന്തിക്കാൻ പോലും പറ്റാത്തതാണ്. 30 ലക്ഷം എന്ന് പറഞ്ഞിട്ട് ഈ 30 ലക്ഷം ഞാൻ ആകെ ഒരു 1800 ദിറംസ് സാലറി ഉള്ളൊരു മനുഷ്യനാണ് അവിടെ. ആ ശമ്പളത്തിന് ഞാൻ ജോലി ചെയ്യുന്ന ഒരാളാണ് കമ്പനിയിൽ. അപ്പോൾ അവിടുന്ന് കുറച്ച് കാശൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഇത്രേ വരുള്ളൂ എന്ന് പറയുമ്പോൾ ഏകദേശം അതിൻ്റെ അടുത്ത് കണ്ടിട്ടൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ച് പിന്നെ ഇത് അങ്ങോട്ട് പഠിച്ചിട്ട് കയറി. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ടോപ്പ് ടീമുകളാണ് ടെക്നീഷ്യൻ അതിനകത്ത്. ജിത്തു ദാമോദർ ക്യാമറ, സിയാൻ എഡിറ്റർ, കൂൾ ജയന്ത്, മാഫിയ ശശി, റൺ രവി, 2 ഫൈറ്റ് മാസ്റ്റർ, 2 കുമാർ ശാന്തി, 2 ഡാൻസ് മാസ്റ്റർ. ഫിലിമിലാണ് പടം ചെയ്തത്. അങ്ങനെ 32 ദിവസമായിട്ടാണ് ഷൂട്ട് ചെയ്ത്. അങ്ങനെ ഭയങ്കര ഇത് വലിയ പടമാണ് ചെയ്തത്. പക്ഷേ അഭിനയിച്ച ആരാ ഞാൻ, അത് മെയിൻ തെറ്റായിരുന്നു. അത് ചെയ്യാൻ പാടില്ലായിരുന്നു, പക്ഷെ അറിയില്ലായിരുന്നു. ഡയറക്ടർ പറഞ്ഞാൽ അത്രയും പോകുമെന്ന് അറിഞ്ഞിട്ട് വിചാരിച്ചു പോയതല്ലേ 2 ഗെറ്റപ്പിൽ. പക്ഷെ ഇന്നും നല്ല പടാട്ടത്, നല്ല പടം. പക്ഷേ അതിൻ്റെ ഒരു പോരായ്മ ഞാനാണ് അതിൽ നായകൻ എന്നുള്ളത് മാത്രമാണ് പ്രശ്നം. അല്ലെങ്കിൽ ആ പടം നല്ല കൺസെപ്റ്റായിരുന്നു, നല്ല സംഭവമായിരുന്നു, നന്നായി പോയിരുന്നു. അപ്പോൾ അതിലൊരു പരാജയം വന്നു. വീണ്ടും രണ്ടാമത്തെ സിനിമ ഇങ്ങനെ പരാജയപ്പെടുവാണ്. പരാജയപ്പെട്ട അതാണല്ലോ പറഞ്ഞത്. ഇതിനൊരു ഭയങ്കര ഒരു പിന്നെ എന്തെങ്കിലും ഒരു അഡിക്റ്റ് ആകുന്ന പോലെ സിനിമയിൽ അഡിക്റ്റ് ആകുക എന്ന് പറഞ്ഞല്ലേ അതിൻ്റെ കട. പിന്നെ എനിക്ക് മനസ്സിലായി സിനിമയിൽ അന്നൊക്കെ കാശൊക്കെ എന്ന് പറഞ്ഞാൽ അത്രയും മതി. എൻ്റെ കൂട്ടുകാരന്മാരെ വള വിറ്റിട്ടും എൻ്റെ പറമ്പ് ലോണെടുത്ത് പിന്നെ ഒരു വണ്ടി ഉണ്ടായിരുന്നു, ലോറി ഉണ്ടായിരുന്നു, ലോറി വിറ്റു. അങ്ങനെയൊക്കെ എല്ലാവർക്കിട്ട് കംപ്ലീറ്റ് ഇത് കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നാളെ സ്റ്റാറല്ലേ, നാളെ കോടികൾ വരില്ലേ. ഇതാണ് കൊടുത്തു കഴിഞ്ഞാൽ സാറ്റലൈറ്റ് വന്ന് എടുക്കും, അങ്ങോട്ടാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഒരു ഇതിലല്ലേ ഇത് ഇറങ്ങി. ഞാൻ നാളെ റിലീസാണ്, മറ്റന്നാൾ നിൻ്റെ കാശ് തിരിച്ചു തരുന്നൊക്കെ പറഞ്ഞ് നിന്നോട് കാശ് വാങ്ങിക്കുകയാണ്. അന്നൊന്നും അറിയില്ല. ഇത് നാളെ ഇറങ്ങി കഴിഞ്ഞാൽ മറ്റന്നാൾ വലിയ തിയേറ്ററിൽ കളക്ഷൻ വന്ന് നമുക്ക് പോയി വാങ്ങിക്കുക എന്നുള്ളതൊക്കെയാണ്. ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നോ മറ്റുള്ളത് എന്താണെന്നോ എങ്ങനെ കളക്ഷൻ വരികയെന്ന് ഇതൊന്നും അറിയില്ല. എത്ര ടൈം എടുക്കുന്നോ ഒന്നും അറിയില്ലെന്ന്. അപ്പോൾ ഇത് ഇറങ്ങിയ പിറ്റന്ന കാശ് വാങ്ങിച്ചിട്ട് ഈ വാങ്ങിച്ചവർക്കൊക്കെ കൊടുക്കാം, എല്ലാ തിയേറ്ററിലും പോയിട്ട് നമുക്ക് കാശ് വാങ്ങിക്കാം. അതങ്ങനെയൊക്കെ ഇരുന്ന് ഒരിത്. അപ്പോൾ അന്ന് അങ്ങനെ വലിയ ലോക്കാണ്. അതിന് ശേഷം വന്നത് അന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എനിക്ക് ഈ കടം വിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ജേണിയായിരുന്നു. ഒരുപാട് ബാധ്യതകൾ. അപ്പോൾ എൻ്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടാവില്ല. അത്രയും വലിയതായിരുന്നു. ഞാൻ ചിന്തിക്കാത്ത കടമായിരുന്നു എനിക്കന്ന്. ഞാൻ ഒറ്റയ്ക്ക് പോയിട്ട് റൂം എടുത്തിട്ട് ഒറ്റയ്ക്ക് കിടന്നിട്ടൊക്കെ ഉണ്ട്. ഒത്തിരി പേര് പറ്റിച്ചിട്ടുണ്ടോ എന്ന് പറയാൻ വയ്യ. പറ്റിച്ചിട്ടുണ്ട്. പറ്റിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് അല്ല, ഓരോരുത്തർ വാങ്ങിക്കും, പിന്നെ അവർ തിരിച്ചു തരണം. ഞാൻ അതിന് തിരിച്ചു ചോദിക്കില്ല. ഞാൻ അങ്ങനെ അവിടെ ബിസിനസ്സിൽ ഒരുപാട് അവിടുത്തെ പാർട്ട്നേഴ്സൊക്കെ പല ഇതും വന്നിട്ടുണ്ട്. ആദ്യം പിന്നെ ഞാൻ ഈ സിനിമയുടെ ഇഷ്ടം കൊണ്ട് ചില സംഭവങ്ങളൊക്കെ കച്ചവടം ചെയ്ത് എനിക്ക് തന്നെ അവിടെ നോക്കി നടക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പം എനിക്ക് ഇത്ര ചെയ്യാൻ പറ്റും. ഞാൻ സ്ഥിരം അതിലേക്ക് ഫോക്കസ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ എനിക്ക് എന്തോരം പൈസകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കുന്നതന്നെ, അല്ലാണ്ട് വേറെ മോശമായ രീതിയിലൊന്നുമില്ല. കറക്റ്റ്. അപ്പോൾ അതിൽ എല്ലാം ഇപ്പോൾ പറയാൻ പറ്റില്ല. അത്രയും ബാത്റൂം കഴുകാൻ ബാത്റൂം ക്ലീനിങ്, വണ്ടിയിൽ പിന്നെ ഫ്ലാറ്റ് ഷിഫ്റ്റിങ്, ഫ്ലാറ്റ് ക്ലീനിങ്, പെയിൻ്റ് അടിക്കാൻ പോകും, എല്ലാ പണിയും പുറത്തുള്ള പണികളൊക്കെ ചെയ്തിട്ട് ഇത്ര കിട്ടും. അതൊരു അങ്ങനെ ഒരു കൂട്ടി ഉണ്ടാക്കിയിട്ട് വീണ്ടും വന്നിട്ട് എന്ത് ചെയ്യും, ഒരു അപ്പോൾ ആൽബെങ്കിലും എടുക്കും വീണ്ടും ആദ്യത്തെ പടം പരാജയപ്പെട്ട് തിരിച്ച് ഒത്തിരി ജോലി ചെയ്ത് കഷ്ടപ്പാട് കടം വീട്ടാൻ വേണ്ടി ഒത്തിരി ഇത് കഴിഞ്ഞു. പിന്നെ രണ്ടാമത്തെ സിനിമ എടുക്കാം. പിന്നെ രണ്ടാമത്തെ സിനിമ ഈ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ജോലിയെല്ലാം കുറേ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അതൊക്കെ ഏകദേശം വീട് വെക്കുമ്പോൾ എനിക്ക് ആ വരുമാനങ്ങൾ ഈ കടം വീട്ടാൻ വേണ്ടി ഉണ്ടാക്കിയിരുന്ന പൈസകൾ വന്നു തുടങ്ങി. അപ്പോൾ ആ കാശുകൾ വന്നിട്ട് ഇങ്ങനെ ഒരു കൂടി ഇതായി കുറച്ച് കാശായേക്കുമ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി കാശില്ലാണ്ട് പടത്തിന് പോയിട്ട് ഇത് കിട്ടൂല പെട്ടെന്ന് ഇങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞ് അപ്പോഴാണ് ഒരു ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യണമെന്ന്. അന്ന് എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരാൾ മണിച്ചേട്ടനാണ്. 3-ാം നാളെന്ന് പറഞ്ഞ പടം ചെയ്തു.
മണിച്ചേട്ടനെ കിട്ടുക. മണിച്ചേട്ടനെ കിട്ടാവുന്നതല്ല, മണിച്ചേട്ടനെ ഇങ്ങനെ സംസാരിച്ച് നോക്കുമ്പോൾ മണിച്ചേട്ടനാണ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് നിന്ന് ഒരു എമൗണ്ട് പറഞ്ഞ എമൗണ്ട് കൊടുത്ത്. മണിച്ചേട്ടനൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കാശിൽ ഓൾമോസ്റ്റ് അവിടെ നിന്ന് വരുന്ന പാവപ്പെട്ടവർക്ക് തന്നെ കൊടുത്ത് തീർത്തിരിക്കുന്നു. അവിടെ കാരവനിൽ വന്നിട്ട് ഇങ്ങനെ പറയും, പിന്നെ ചേട്ടാ എനിക്കത് വയ്യ, ചേട്ടാ ഇത് വയ്യ, എത്തിങ്ങാന മറ്റേന്ന് വെച്ചാൽ ആരെ വന്ന് അവർക്കൊക്കെ ഇങ്ങനെ ജോബി അത് കൊടുക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്തേക്ക് വരും, അവിടെ കാഷ്യറിനോട് പറയും, കാഷ്യർ വന്നിട്ട് മണിച്ചേട്ടൻ അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കും. അത് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുക്കാനാണ്, അങ്ങനെ കുറേ കാശ് അങ്ങനെയാണ് മണിച്ചേട്ടൻ. അപ്പോൾ അങ്ങനെ നല്ല അടുപ്പായിരുന്നു, എന്നെയും കൂടി മനസ്സിലാപ്പോൾ എൻ്റെ അവസ്ഥ എന്താണെന്നും എനിക്ക് ഇതിനോടുള്ള ഇഷ്ടം കൊണ്ടാണെന്ന് പറഞ്ഞാൽ പുള്ളി എന്നോട് നല്ല സപ്പോർട്ട് ചെയ്ത് നിന്നിരുന്നായിരുന്നു. പക്ഷെ അധികം ആയുസ് കൊടുത്തില്ല, കാരണം നമുക്ക് അല്ലെങ്കിൽ പുള്ളി ഇപ്പോഴും ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഒരുപാട് സപ്പോർട്ടായിരുന്നു. രണ്ടാമത്തെ സിനിമ മണിച്ചേട്ടൻ. അന്ന് ഞാൻ എന്ത് ചെയ്യുന്നത്, ഫുൾ ക്യാഷ് സെറ്റ് ചെയ്തിട്ടാണ് വന്നിട്ട് ചെയ്ത്. ഒരു കടവില്ലൊരു ബാധ്യതയില്ല, ഇത് ഇറക്കി കഴിഞ്ഞാൽ കിട്ടില്ല എന്നറിയില്ല. പിന്നെ ആൾക്കാർ എന്നെ വന്നിട്ട് കുത്തിനെ പിടിക്കുമ്പോൾ പ്രശ്നമായി. എന്നോടൊക്കെ എൻ്റെ അത്രയും വലിയ ആത്മാർത്ഥ സുഹൃത്തുക്കൾ, എൻ്റെ കൂടെ ഷൂട്ടിങ്ങിന് ഉൾപ്പെടെ നിന്ന ആൾക്കാരൊക്കെ എന്നോട് വന്നിട്ട് മോശമായി സംസാരിച്ചിട്ടുണ്ട്. നീ എന്ത് പറഞ്ഞു, എൻ്റെ കഴിഞ്ഞ ദിവസം തരാമെന്ന് പറഞ്ഞിട്ടല്ലേ, കാശ് തരണം, കാശ് കിട്ടിയേ പറ്റണമെന്ന് വളരെ മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ആളെ കൂട്ടിയിട്ടൊക്കെ വീട്ടിലേക്ക് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കലും ഒരുപാട് ടോർച്ചർ ചെയ്തിട്ടുണ്ട് പലരും. ടോർച്ചർ ചെയ്തിട്ട് അവർ എനിക്കിത് കൊടുക്കാൻ എന്ത് ചെയ്യും, എന്നിട്ട് വേറെ ആൾക്കാരെ കൂടി മധ്യസ്ഥ അവൻ തീരോടാ, അവൻ എന്തെങ്കിലും കുറച്ച് ടൈം കൊടുക്കുക, അങ്ങോട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എനിക്ക് ആ ലക്ഷ്യം ഇത് വീട്ടാൻ വേണ്ടിയുള്ളതിൽ അതിലാണ് കടങ്ങളൊക്കെ വീട്ടി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കുറച്ച് ഈ വരുന്ന വരുമാനങ്ങൾ വന്നു തുടങ്ങി. കടം വീട്ടാനായിരുന്നു ഇത് വന്നിരുന്നു, ആ പൈസ വന്നു തുടങ്ങി. കടം വീട്ടിൽ കഴിഞ്ഞപ്പോൾ പിന്നെ അതൊരു കുട്ടിയുടെ മണിച്ചേട്ടൻ്റെ 3 നാൾ കളിച്ച് അതും നഷ്ടത്തിൽ പോയി. നഷ്ടത്തിൽ പോയി. കുറേ പേര് എന്നോട് ഒരു മണിച്ചേട്ടൻ്റെ ആ സിമ്പതി പിടിച്ചിട്ട് വീണ്ടും റിലീസ് ചെയ്ത് കഴിഞ്ഞതിന് ചെയ്യാൻ. അപ്പോൾ എനിക്ക് അദ്ദേഹത്തോട് ഉള്ള ആ ഒരു ഇത് പോയില്ലേ, പിന്നെ നമ്മളത് അപ്പോൾ അതിൻ്റെ പേര് ഞാൻ അതിന് നിന്നില്ല. അപ്പോൾ അതങ്ങനെ അവിടെയും നഷ്ടം പോയി. അവിടെയും നഷ്ടമായി. പിന്നെ മൂന്നാമത്തെ സിനിമയിലേക്ക് വരും. മൂന്നാമത്തെ സിനിമ എന്ന് പറഞ്ഞാൽ ഹലോ ദുബായിക്കാരൻ എന്ന് പറഞ്ഞിട്ട് ഒരു പടം. ഒത്തിരി ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി ആർട്ടിസ്റ്റ്, 10, 65, 66 യൂസഫ് ഡയറക്ടർ. അപ്പോൾ അത് എന്താ ഇതെന്ന് അറിയില്ല നമുക്ക്. അപ്പോഴത്തെ ഒരു ട്രെൻഡ് നോക്കിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ വീണ്ടും അതും പരാജയപ്പെട്ടു. അതിൻ്റെ പൈസ നാലാമത്തെ എടുക്കുന്നു. നാലാമത്തെ ഒരു ചെറിയ നമ്മുടെ ഒരു വൈറ്റ് മാൻ എന്ന് പറഞ്ഞിട്ടൊരു സാധനം, അതിപ്പോൾ സെൻസറൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്നത് റിലീസ് ചെയ്തിട്ടില്ല. അത് റിലീസ് ചെയ്യാതെ തന്നെ അഞ്ചാമത്തെ സിനിമ കുട്ടൻ്റെ ശിനിഗാമി അത് റിലീസ് ചെയ്തു. അതും പൈസ പോയി എന്ന് പറഞ്ഞാൽ പൈസ പോയി. എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ, വിൽപ്പന ഒന്നും നടന്നില്ല. ആറാമത്തെ സിനിമയിലേക്ക് വന്നു. സിനിമ ഈ അഷ്റഫിൻ്റെ ഇടയിൽ ഈ പറഞ്ഞ പോലെ കുറേ സുഹൃത്ത് പോലെയും പിന്നെ താരങ്ങളൊക്കെ ആയിട്ട് പരിചയങ്ങൾ വന്നു തുടങ്ങിയല്ലോ. നാദിർ ഷാക്കെ ഞാൻ കണ്ടല്ലോ, ഇവിടെ വന്ന് അഷ്റഫിൻ്റെ എല്ലാ പരിപാടിക്കും കൂടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി താരങ്ങളുമായിട്ട് പരിചയം വന്നു. അഷ്റഫുമായിട്ട് ബന്ധമുള്ള താരങ്ങൾക്ക് ദുബായിൽ വന്നത്. പിന്നെ അഷ്റഫിൻ്റെ ഒരു വളർച്ചയായിരുന്നു. ഇപ്പം ഈ 6 സിനിമ എടുത്ത് പിന്നെ അഷ്റഫിൻ്റെ വളർച്ച കാലഘട്ടത്തിലേക്കാണ് ഞാൻ പോകുന്നത്. കഷ്ടപ്പാടിൽ നിന്ന് വളർച്ചയിലേക്ക് വന്നപ്പോൾ ഇപ്പോഴും സിനിമ എടുത്തുകൊണ്ടിരുന്നു. ഈ വളർച്ച കാലഘട്ടത്തിലേക്ക് അഷ്റഫ് അവിടെ നല്ല രീതിക്ക് ദുബായിൽ ജീവിക്കും. ഇവിടുന്ന് വന്ന് ഒത്തിരി താരങ്ങൾ, ഞാൻ കേട്ടു ഒത്തിരി താരങ്ങൾ അഷ്റഫുമായിട്ട് ഷെയർ ചെയ്ത് അഷ്റഫിൻ്റെ ഫ്ലാറ്റിൽ താമസിച്ച് ആഘോഷമായി സന്തോഷത്തോടുകൂടി പോകുന്ന ആളുകളുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കിടന്ന് അവിടെ വന്ന് താമസിച്ച് പോയവരൊക്കെ വലുതായി, വീണ്ടും ചില ആളുകളൊക്കെ വലുതായി. പിന്നീട് അവർ അഷ്റഫിനെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട്. കുറേ പേരൊക്കെ എന്നെ ഇപ്പോഴും ഈ ബന്ധങ്ങളൊക്കെ കാണുന്നത് കുറേ സപ്പോർട്ട് ചെയ്യുന്നതാണ്. എൻ്റെ ഇവിടെ ഞാൻ ഉദാഹരണം പറഞ്ഞല്ലോ, നാദിർ ഷാക്ക് എന്ത് സപ്പോർട്ടാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആഷിക്ക, അതുപോലെ തന്നെ ഒരുപാട് കാണുന്നില്ല. എൻ്റെ പടങ്ങൾ നോക്കിയാൽ കാണാം. അതിനകത്ത് താങ്ക്സ് ടു ദിലീപ്, നാദിർ ഷാ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകളെ കാണാം. പിന്നെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എൻ്റെ പോസ്റ്റൊക്കെ ഹെവി ലെവലിലാണിത്. ജാഫറൊക്കെ എന്ന് പറഞ്ഞാൽ 10-15 വർഷം ഫസ്റ്റ് ഭഗവതിർ എന്ന് പറഞ്ഞ പടം മുതലുള്ള ബന്ധമാണ് ജാഫർ എന്നൊക്കെ. പുള്ളിയൊക്കെ നല്ല, ഇപ്പോൾ പുള്ളിക്ക് ഇപ്പോൾ കുറച്ച് ഇതുണ്ടാകുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് പുള്ളിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ അഭിനയത്തിൻ്റെ പേരിലല്ല, ഞാനൊന്നും വലിയ അഭിനയം ഇഷ്ടം കൊണ്ട് വന്നു പോകണം. നമ്മളെ പൂർവികരായിട്ട് വലിയ നടന്മാരിങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ട് അതുപോലെ ചെയ്യണം തോന്നുന്നു കാണിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ അമാനുഷിക നടനമൊന്നുമല്ല, വലിയ നടൻ. അഭിനയ മോഹം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അഭിനയിക്കാൻ അറിയാത്ത ഒത്തിരി പേര് എന്നാലും അഭിനയ മോഹമായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അതിലൊരാളാണ് ഞാനും. 100 ചില്ലാം കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. മറ്റുള്ള സിനിമ ഒരു 10, 50, 55, 60, 60, 70 സിനിമയുടെ അടുത്തായിരുന്നു ഞാൻ കൗണ്ട് ചെയ്ത്. ചെറുതുണ്ട്, വലുതുണ്ട്, വില്ലുണ്ട്, ഡോക്ടറുണ്ട്, വക്കീലുണ്ട്, പോലീസുണ്ട്, എല്ലാം ഉണ്ട്. ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഒന്നും ഒരു വിജയിച്ച ഒരു പടത്തിൽ, ഒരു ഹിറ്റായ ഒരു പടത്തിൽ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ തങ്കമണിയിലൊക്കെ 18 ദിവസം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ വലിയ വലിയ പടങ്ങളുണ്ട്. പക്ഷേ അത് വേണ്ട പോലെ ഇതാവാത്തതിൻ്റെ പേരിൽ അതിൽ നിന്നും തിരിച്ചറിയപ്പെട്ടിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ ചോദിച്ചതിൻ്റെ ചോദ്യത്തിലേക്ക് തന്നെ വരുന്നു. വീട്ടിൽ വന്ന് പോയി, ഫ്ലാറ്റിൽ വന്ന് കടന്നു പോയവരൊക്കെ കൂടെ നിന്നവരുണ്ട്. എന്നിട്ട് നമ്മൾ തിരിഞ്ഞു നോക്കാത്ത ആർട്ടിസ്റ്റുകൾ ഇപ്പോഴും ഉണ്ടോ?
അങ്ങനത്തെ ഉണ്ട്. ആർട്ടിസ്റ്റിനെക്കാട്ടും കൂടെ ടെക്നീഷ്യന്മാരുണ്ട് കുറേ. ആർട്ടിസ്റ്റുകളും തിരിഞ്ഞു നോക്കിയിട്ട് എന്താ ചെയ്യണേ, ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ്. അവർ 100 രൂപ അടിക്കുന്നതാണ് 25 രൂപക്കും 30 രൂപക്കും ഒക്കെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്. അത് ഞാൻ ഇങ്ങനെ വന്ന എൻ്റെ ജേണി കണ്ടിട്ടൊന്നല്ല, എൻ്റെ പെരുമാറ്റം, അവരുള്ള ഇഷ്ടങ്ങളും അവരായിട്ടുള്ള പെരുമാറ്റവും കാര്യങ്ങളും കണ്ടിട്ട് അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് ചെയ്യുന്ന ഒരുപാട്. ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്നവരൊക്കെ കുറേ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ടെക്നീഷ്യന്മാർ ഒത്തിരി നമ്മൾ ടെക്നീഷ്യന്മാരെന്ന് പറഞ്ഞാൽ അത് അവർക്ക് എന്നെ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുന്ന ലെവലിലുള്ള കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരാണ് കൂടുതൽ ഇത് ചെയ്തിട്ട്. അവർക്ക് ഞാൻ ദ്രോഹമല്ല ചെയ്തിരിക്കുന്നത്, ഹെൽപ്പ് ചെയ്യാണ്. ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു നിങ്ങൾ ഗൾഫിൽ നിങ്ങളുടെ പെങ്ങളോ നിങ്ങളുടെ കുടുംബത്തിനോ നിരന്തരമായി എല്ലാ ആഴ്ചയിൽ 2 പ്രാവശ്യം വിളിക്കുക, അവർക്ക് വേണ്ടത് കൊടുക്കുക, വരുമ്പോൾ അവരെ എന്താ വേണ്ടിച്ച വീട്ടിലേക്കുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള സാധനങ്ങൾ കൊടുക്കുക, അതൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സമയത്ത് അത് നിർത്തി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സംഭവമുണ്ട്. അത് സ്റ്റോപ്പ് ചെയ്ത് വന്നിരിക്കുക നിങ്ങളെ വൈഫിനെ പറയും, അവൾ കാരണമാണ് ഇപ്പോൾ അത് നിർത്തിയത്, അവൻ ഇപ്പോൾ വിളിയില്ല, സാധനം തരുന്നില്ല, അങ്ങനെയില്ല എന്നൊക്കെ പറയും. റേറ്റ് എന്ന പോലെ ഇതിനകത്ത് സുഹൃത്തുക്കൾക്കും നമ്മൾ കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർ ശത്രുവാകും. ചെറിയ ശത്രു തന്നെ വലിയ ശത്രുക്കളാണ് അവർ. മറ്റുള്ളവർക്ക് അത്ര വെറുപ്പുണ്ടാവില്ല നമ്മളോട്, അതിനെക്കാട്ടും വലിയ വെറുപ്പാവും നമ്മൾ ഇഷ്ടപ്പെട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. ആ തുടക്കത്തിലെ ഒരുപാട് ആൾക്കാർക്ക് ഇന്ന ആളുണ്ടല്ലോ എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ആ ആളെ നമ്മൾ അത്രയും ഇഷ്ടപ്പെടും. ആൾക്ക് എന്താ വേണ്ട, ആൾക്ക് ഒരു പോറൽ പോലും വരുന്ന നോക്കിയിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒപ്പം നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യും. നമുക്ക് എന്തെങ്കിലും വന്നാലും ആളുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ ആളുണ്ടാവില്ല. അങ്ങനെ ഒരുപാട് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാരെ ഇഷ്ടപ്പെട്ടിട്ട് എൻ്റെ എല്ലാം ഞാൻ എന്താ ഡ്രസ്സ് ഇടുന്നത്, ഞാൻ എന്താ ഉപയോഗിക്കുന്നത്, എൻ്റെ കോസ്റ്റ്യൂം, എൻ്റെ മറ്റുള്ള സാധനങ്ങൾ, വണ്ടി സാധനങ്ങൾ, ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന പോലെ അയാൾക്കും കൂടി ഷെയർ ചെയ്യും. അങ്ങനത്തെ ഒരു വ്യക്തിയാണ്. എന്നിട്ട് അയാളിൽ നിന്ന് തിരിച്ചിട്ട് അങ്ങനെ ഒരുപാടായി. അപ്പോൾ ഇപ്പം അങ്ങനെ എനിക്ക് ആയിരക്കണക്കിന് ഫ്രണ്ട്സും സുഹൃത്തുണ്ട്, പക്ഷേ ഡീപ്പായിട്ടുള്ള ബന്ധങ്ങൾ വളരെ കുറവാണ്. ഡീപ്പായിട്ട് അവൻ എന്നെ രക്ഷിക്കും, അവൻ്റെ കൂടെ ഉണ്ട്, അവൻ എനിക്ക് സപ്പോർട്ട് തരും എന്നുള്ള ഉറപ്പുള്ളതുണ്ടല്ലോ, വെറുതെയാണത്. അത് ഒരാളെ ഇപ്പോഴത്തെ കാലത്ത്, അതായത് നമ്മളെ പേരൻസിനെ പോലും ഇത് ചെയ്യാൻ പറ്റാം. അച്ഛനും അമ്മയും ഓക്കെ, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവർ വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് വേദനിപ്പിച്ചിട്ട് അങ്ങനത്തെ കാര്യങ്ങൾ. ഞാൻ അത്ര ഇഷ്ടപ്പെട്ട് ആത്മഹത്യ, അതാണ് ഈ സ്വന്തം കൂടെ നിൽക്കുന്നവരുടെ കയ്യിൽ നിന്നുള്ള അടി കിട്ടുമ്പോഴാണ് നമുക്ക് തടുക്കാൻ പറ്റില്ല. അല്ല എത്ര വലിയ അടി. അവരോടൊക്കെ ഒരു വാശിയായിരുന്നു എൻ്റെ ഒരു വളർച്ച എന്നുള്ളത് അല്ലേ? വാശി. ഞാൻ വളർന്നിട്ടൊന്നുമില്ല, നമ്മൾക്ക് നമ്മളെ ഉള്ളൂ, നമ്മളെ സ്വന്തം ചെയ്യണം, നമ്മൾ മുന്നോട്ട് പോകാന്നുള്ളത് അതിൻ്റെ ഒരു ഇതാണത്. ആ ഒരു എതിർപ്പുകളാണ്, ആ ഒരു ഇതാണ് എന്നെ അങ്ങനെ ഇതാണ്. ഞാൻ എന്തെങ്കിലും ആയിട്ട് നിന്നിട്ട് പിന്നെ അവരൊക്കെ പിന്നെ ചിലവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളത് ഒത്തിരി ലേറ്റായി. ഞാനൊക്കെ ഒരുപാട് ലേറ്റായി ഇപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്കുള്ള ഇത് എത്തിപ്പെടാൻ. പക്ഷെ കുറച്ചുകൂടെ മുമ്പ് വേണ്ടായിരുന്നു. ഞാനിപ്പോൾ എൻ്റെ സിനിമയിൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയ വേഷം, ഏറ്റവും കുറഞ്ഞ ഇതിന് ചെറിയൊരു വേഷം മാത്രമേ ഉള്ളൂ. അന്ന് ഏതുപോലെ വലിയ നായകൻ മറ്റത്ത് മറിച്ചത് അങ്ങനെയുള്ള ത്രൂട്ട് വേണം അങ്ങനെ നിർബന്ധമൊന്നുമില്ല, എന്തിനും ചെറുത്. ഇപ്പോൾ ഈ നടക്കുന്ന സിനിമയിൽ ഞാനൊരു പോലീസ് ഓഫീസറായിട്ടുള്ളൊരു വേഷം ചെയ്യുന്നുണ്ട്, CI ആയിട്ടുള്ള ഒരു സംഭവം. അപ്പോൾ അത് വലിയൊരു സംഭവത്തിലേക്ക് ആവുന്നില്ല, ചെറിയ എന്തിനും അതിൻ്റെ കൂടെ പിടിച്ചിട്ടുള്ള ഒരു ഇതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒന്ന് അടിക്കും എന്നുള്ളതിലാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലുള്ള കാശിനുള്ളൊരു സിനിമ ഞാൻ ചെയ്യാറുള്ളൂ. ഞാൻ 10 കോടി 8 കോടി 12 കോടി അങ്ങനെയുള്ള പടങ്ങളൊന്നും ഞാൻ ഇത്രയും സിനിമകൾ എടുത്തിട്ടും 6ാമത്തെ സിനിമകൾ 5 സിനിമകൾ പുറം ലോകം റിലീസ് ചെയ്തിട്ട് ഒരു ബിസിനസ് നടക്കാതെ വെച്ചിരിക്കുന്നു, ബിസിനസ്സിലേക്ക് പോകുന്നില്ല. അതെങ്ങനെയെങ്കിലും വിൽക്കണം, അല്ലെ എനിക്ക് ഇത്ര രൂപയ്ക്ക് കിട്ടിയാൽ എനിക്കിപ്പോൾ ഒന്ന് കൊടുത്തേക്കാം, എനിക്ക് കോടികൾ മുടങ്ങും, എന്നാൽ വേണ്ട 5 ലക്ഷം 5 ലക്ഷം കൊടുക്കും, അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. ഇല്ല, അങ്ങനെയല്ല. കിട്ടിയ കാശ് കിട്ടട്ടെ കൊടുക്കുകയാണെങ്കിൽ ഇപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട് ഓരോരുത്തർ, ഞാൻ കൊടുക്കാനായിട്ടാണ്. അങ്ങനെ വേണ്ട, ഞാൻ എൻ്റെ കണ്ണീരും അത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കി വെച്ച പ്രൊഡക്റ്റാണ് അത്. ഒരു വിലയില്ലാണ്ട് എല്ലാവരും ചിന്തിക്കുക, അതല്ല ചിന്തിക്കുക. ഇത് കൊടുത്തിട്ട് TV വന്നു കഴിഞ്ഞ് 4 ആൾ കാണുമ്പോൾ എന്നെ കൂടിയും കാണല്ലേ, അങ്ങനെ ചിന്തിക്കുമ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എനിക്കിപ്പോൾ അതിനകത്തൊന്നും ഒരു ബാധ്യത ഇല്ല, കടങ്ങളില്ല ഒരു പടത്തിലും. ആ ബാധ്യത ഒക്കെ ഞാൻ അന്ന് കാലത്ത് ഓരോന്നിനും ഓരോ സമയത്ത് തീർത്ത് കഴിഞ്ഞു, ഒരു ബാധ്യതയില്ല. അപ്പോൾ അതവിടെ ഇരുന്നോട്ടെ, കുഴപ്പമുള്ളതല്ല. ഏതെങ്കിലും ഒരു കാലത്ത് എവിടെയെങ്കിലൊക്കെ വരുമ്പോൾ വരട്ടെ. അപ്പം കഴിഞ്ഞു പോയില്ല, കാലഘട്ടം കഴിഞ്ഞു നടക്കുമോ? കാലഘട്ടം കഴിഞ്ഞു പോയി, വിൽപ്പന നടക്കുമോ? അല്ല, ഇനിയൊക്കെ ഓരോന്ന് വരും. അതായത് എന്തെങ്കിലും ഒരെണ്ണം കുറച്ച് കുഴപ്പമില്ലാതെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കിയുള്ളതിനൊക്കെ ഇതിന് മുമ്പത്തെ ഉണ്ടാകുന്ന ഒരു അന്വേഷണം വരും, അപ്പോൾ നോക്കാന്നുള്ളതിലാണ്. ആ രീതിക്കാണ്. ഒരെണ്ണെങ്കിലും ക്ലച്ച് പിടിച്ച് വിറ്റ് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ വിൽക്കാം, എല്ലാം കൂടെ വിൽക്കാം. എന്നെ സപ്പോർട്ട് ചെയ്യും, ഏതെങ്കിലും ഒരു ആരെങ്കിലും ഒരു സപ്പോർട്ട് ചെയ്താൽ അവർക്ക് ഞാനിത് അടിയറ വെച്ചാലും കുഴപ്പമില്ല. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവർക്ക് ഇത് പറയണ
തന്നാളെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ വെറുതെ കൊടുക്കും. ഈ ഇത്ര ഇപ്പം ഒരു പ്രശ്നം ഇപ്പം പടച്ചവന്റെ അനുഗ്രഹത്താൽ ദൈവാനുഗ്രഹം കൊണ്ട് അഷ്റഫ് ഇപ്പം കുഴപ്പമില്ലാതെ ജീവിച്ചു പോകുന്നു. അഷ്റഫ് ഉപയോഗിക്കുന്ന വണ്ടികളാണെങ്കിലും വളരെ എത്രയോ സ്വപ്നം കണ്ട് വണ്ടി പോലും ഇല്ലാത്ത ഇപ്പം അഷ്റഫ് ഉപയോഗിക്കുന്ന ഗൾഫിലാണെങ്കിൽ ഇവിടെ ഉപയോഗിക്കുന്ന വണ്ടികളൊക്കെ ഏതൊക്കെയാണ്? വണ്ടികൾ കുറേ ഉണ്ട്. എൻ്റെ 5-8 വണ്ടികളോ 9 വണ്ടിയായിട്ടുണ്ട്. 9 വണ്ടിയോളം. 9 വണ്ടിയുണ്ട്. അപ്പോൾ അവിടെയും ഇവിടെയായിട്ട്. ഇവിടെ ഏതൊക്കെ വണ്ടിയാണ് ഉപയോഗിക്കുന്നത്? ഇവിടെ വണ്ടിക്കുന്നത് എന്തിനാ വെറുതെ? അല്ല, അഷ്റഫിന്റെ വളർച്ചയാണല്ലോ, അധ്വാനിച്ചുണ്ടാക്കിയ വളർച്ച അത് പ്രശ്നം. ആരുടെ പൈസ മേടിച്ചിട്ടല്ലോ, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയല്ലേ. എനിക്ക് റേഞ്ച് റോവർ ഉണ്ട്, ഡിഫൻഡർ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഷിഫ്റ്റ്, കോമ്പസ്, ഇന്നോവ, അങ്ങനെ കുറേ വണ്ടികൾ ഇവിടെ ഉണ്ട്. പിന്നെ ഒരു ഓപ്പൺ ജീപ്പ് ഉണ്ട്, ഒരു പകുതി കട്ട് ചെയ്തിട്ട് ആൾട്രേറ്റ് ചെയ്ത് ഒരു ജീപ്പ് ഉണ്ട്. പിന്നെ മോട്ടോർ സൈക്കിളുകൾ ഉണ്ടോ അങ്ങനെയൊക്കെ ആയിട്ടാണ്. ദുബായിൽ കുറേ വണ്ടിയുണ്ട്. അവിടെ ഉണ്ട്, ഡിഫൻഡർ ഉണ്ട്, പിന്നെ നിസാൻ പെട്രോൾ ഉണ്ട്, അവാൻസ, മറ്റേ ടെസ്ല, അങ്ങനെയൊക്കെയുള്ള വണ്ടി. ഇതൊക്കെ ഒരു സ്വപ്നം മാത്രമായിരുന്നു അല്ലേ അഷ്റഫിന്? തീർച്ചയായിട്ടും ഭയങ്കര ഈ വണ്ടി ഒരു ക്രൈസായിരുന്നു. ഞാൻ വണ്ടിയിൽ ഡ്രൈവറായിട്ട് പോയിരുന്നായിരുന്നു. ടാക്സി ഓടിയിരുന്ന നാട്ടിൽ ടാക്സി ഓടിയിട്ടുണ്ട്. എല്ലാം അധ്വാനിച്ചുണ്ടാക്കിയതാണല്ലോ. നേരത്തെ പറഞ്ഞ ഒരു വാപ്പാടെ ഉമ്മാടെ ഒരു സ്വത്തുമല്ല, ഒന്നല്ല സ്വന്തം അധ്വാനിച്ച് സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കിയാണ്. ഈ പെങ്ങന്മാരുടെ കല്യാണമൊക്കെ എങ്ങനെയാണ്? ഒക്കെ ഞാൻ തന്നെ ചെയ്തത്. എല്ലാം 2 പെങ്ങളെ കെട്ടിച്ചതും അതിനെല്ലാം കൊടുത്തതും എൻ്റെ കല്യാണം കഴിച്ചതും ഉപ്പ നോക്കിയതും ഉമ്മനെ നോക്കിയതും എല്ലാം ഞാൻ തന്നെ. അത് ഈ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് തുടങ്ങിയ അധ്വാനം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ ബിസിനസ്സിലേക്ക് മാറിയിട്ടതിന് ശേഷം അത് ഞാൻ മനസ്സിലാക്കി. അന്ന് ഒരു കണക്ക് നോക്കുമ്പോൾ ഞാൻ അന്ന് എൻ്റെ ജോലി അന്ന് ഒഴിവാക്കിയിട്ട് ഇവിടെ വന്നത് ഒരു വഴിത്തിരിവായിരുന്നു. എനിക്കൊന്നു അഷ്റഫിൻ്റെ യാത്രയിൽ അന്ന് വെല്ലുമ്മ ഉമ്മാടെ ഉമ്മ ഇവിടെ വെച്ചിരുന്ന പൈസ എടുത്ത് തന്നില്ലായിരുന്നെങ്കിൽ അഷ്റഫ് എവിടെയും എത്തൂലായിരുന്നു അല്ലേ? ആ വെല്ലുമ്മ നമ്മുടെ ഈ വളർച്ച കണ്ടായിരുന്നു. തീർച്ചയായിട്ടും കുറേയൊക്കെ കണ്ട് ഉണ്ടായിരുന്നു. എന്നെ ഗൾഫിലേക്ക് പറഞ്ഞയച്ചതും അതിലൊക്കെ ഇങ്ങനെ കുറേ ഇതായിരുന്നു. പക്ഷേ എങ്കിലും ഇത്തരം ഒരു വളർച്ച വെല്ലുമ്മക്ക് കാണാൻ പറ്റില്ല. ഇല്ല, തീർച്ചയായിട്ടും അത്ര വലിയൊരു ഇതൊന്നും കാണാൻ പറ്റില്ല. പക്ഷേ ഞാൻ ഗൾഫിലൊക്കെ പോയിട്ട് അന്നൊക്കെ പോയിട്ടൊരു ഗൾഫുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇതാണ്. അവിടെ എന്താണ് ചെയ്യണമെന്നൊന്നും അന്നത്തെ കാലത്ത് തീരെ അറിഞ്ഞിരുന്നില്ല. ഇന്ന് ഗൾഫിൽ ആരും കഷ്ടപ്പെടുന്നില്ല. ഈ വെല്ലുമ്മ സിനിമ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഉണ്ടോ? ഇല്ല. അതിന് മുമ്പ് മരിച്ചു. അപ്പോൾ വലിയ വളർച്ച കണ്ടില്ല. വലിയ വളർച്ച തന്നെ. സിനിമയുടെ അതിലേക്കൊന്നും പോകുമ്പോൾ അത്ര തന്നെ. പക്ഷെ അന്ന് ഇങ്ങനെ നാടകങ്ങൾ കണ്ട നാടകമൊക്കെ VHS കാസറ്റ് VCPയിൽ ഇട്ടിട്ട് എല്ലാം മുണ്ട് കാണില്ല. TV ഒന്നും കാണില്ല. TV അന്നത്തെ കാലത്ത് ദൂരദർശൻ ന്യൂസ് ഇതൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ TV കാണാൻ പാടില്ല എന്ന ആ കാലഘട്ടത്തിലായിരുന്നു. കാണില്ല. വാപ്പയില്ല, ഉമ്മയില്ല, രണ്ടുപേരും മരിച്ചു. അവരെങ്ങനെയാണ് ഈ കൊറോണ സമയത്ത് ഉമ്മ മരിച്ചത്. വാപ്പാതിൻ്റെ കുറച്ച് മുമ്പ് എൻ്റെ കല്യാണം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അവര് പിന്നീട് മകന്റെ വളർച്ചയിൽ എങ്ങനെയായിരുന്നു? വളർച്ചയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളർച്ചയിലൊക്കെ സന്തോഷിക്കും. ബാധ്യതകളാണ്. ഞാൻ ഓരോ സിനിമക്ക് വേണ്ടിയിട്ടും ഓരോ ബാധ്യതകൾ ഉണ്ടാക്കും. അപ്പോൾ അത് നേരത്തെ കൈവച്ച് ദുആ ചെയ്യലും പ്രാർത്ഥിക്കലും കാര്യങ്ങളൊക്കെയാണ്. ഇത് എങ്ങനെയെങ്കിലും ഒന്ന് വീടിട്ട് തിരിച്ച് കിട്ടണം, ഈ പറമ്പ് തിരിച്ച് കിട്ടണം, വീട് തിരിച്ച് കിട്ടണം, ഇത് വിറ്റ് പോവല്ലേ എന്നുള്ളതിലായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര രസം. എങ്ങനെയെങ്കിലും ഇത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാർ തന്നെ ഇതാക്കും, വീട്ടുകാരും കുടുംബക്കാരൊക്കെ കൂടി മീറ്റിംഗ് കൂടി ആകെ പ്രശ്നമാകും. അപ്പോൾ ഇതെങ്ങനെയും ഇത് വീട്ടണം. അപ്പം ചെവിയറാൻ മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉമ്മാട് ഞാനെല്ലാം പോയിട്ട് പറയും, ഇങ്ങനെ ഇന്നത് ഇത്ര റുപ്യ ബാങ്കിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഉമ്മയുടെ എല്ലാം പറയും. ഉമ്മാട് പറയും, വൈഫിനോടും പറയും, എല്ലാ കാര്യങ്ങളും പറയും. വൈഫിൻ്റെ ഗോൾഡ് ഒക്കെ ഇതാക്കും, വിറ്റാലും എടുത്ത് പണയം വെച്ചാലും എന്ത് പറഞ്ഞാലൊക്കെ ഇങ്ങനെ അവതരിപ്പിക്കും. അതൊക്കെയാണ് അവരുടെയൊക്കെ പ്രാർത്ഥനയാണ്. അതാണ് അഷ്റഫിന്റെ വളർച്ച. ഇപ്പോൾ അഷ്റഫ് ഇങ്ങനെ എത്തിയിരിക്കുന്നത് 1-2 സ്ഥലത്ത് അവിടെ 1-2 ഭയങ്കര ഡീപ്പായിട്ട് ബുദ്ധിമുട്ടിയ ആൾക്കാരനെ അവിടെ നിന്ന് കേസുകളിൽ കുടുങ്ങിയിട്ടും പല വർഷങ്ങളും. എനിക്ക് ഇപ്പോൾ ഈ കുറച്ച് കുറേ വൈഡ് ബന്ധങ്ങളുണ്ട്, കണക്ഷൻസ് ഉണ്ട്. ഇവിടുത്തെ ലീഗൽ പ്രശ്നത്തിനെക്കാട്ടും കൂടുതൽ എനിക്ക് ഗൾഫിലത്തെ ലീഗൽ പ്രശ്നത്തിൽ പെട്ടവരെ എനിക്ക് രക്ഷപ്പെടുത്താനും ഇതിനൊക്കെ എനിക്ക് ഒരുപാട് കണക്ഷൻസ് ഇതൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ട് ഞാൻ എത്ര പേരാന്ന് കാല് പിടിച്ച് ഒരു അമ്മോക്ക് എൻ്റെ കാല് ഞാൻ അത്ര വലിയ അങ്ങനെ എന്താ വെച്ചാൽ എൻ്റെ മോനെ എത്തിച്ചല്ല മോനെ നീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ നഷ്ടങ്ങൾ നോക്കാറില്ല അല്ലേ? ഇല്ല, നഷ്ടങ്ങൾ നോക്കാറില്ല. ഇത് എന്താ വെച്ചാൽ കുറച്ച് കാലത്തും കൂടി ഈ ജീവിതം അതിൽ നമുക്കിഷ്ടം എന്താ ചെയ്യുക. ഇതിനിപ്പോൾ ഒരുപാട് വിമർശനക്കാർ ഇഷ്ടം പോലെ എപ്പോഴും ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്കായിട്ട് ഞാൻ ജീവിച്ചില്ല. ഞാൻ എന്താ കഴിക്കും എൻ്റെ കൂടെ ഉള്ളവർക്കും കൊടുക്കും. അങ്ങനത്തെ ഒരു ഇത് തന്നെയാണ്. ഒരുപാട് സമ്പാദിച്ച് കുറേ ബാങ്ക് ബാലൻസിൽ കുറേ ബിൽഡിങ്ങുകൾ ഇതൊക്കെ അതൊക്കെ മക്കൾക്കായിരിക്കും കൊടുക്കുക. മക്കൾ വേറെ ആൾക്ക് കൊടുക്കും. അങ്ങനെ കൊടുത്ത് പോവല്ലേ.
ഇപ്പോൾ പെട്ടെന്നാണ് ചെറുപ്പം. ഇപ്പം എൻ്റെ സുഹൃത്ത് പോയി അടുത്ത കാലത്ത് പെട്ടെന്ന് രാത്രി കിടന്നുറങ്ങി നേരം കൊടുക്കുന്നില്ല സുഹൃത്ത് ഒരു മരണം. അങ്ങനെ ഒത്തിരി പേര് എന്നെ പോയിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കും പേടിയാണ്. ഇതിപ്പോൾ എന്നാ നാളെ എന്നിപ്പോൾ അവിടെ എത്തോ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് പോയിട്ടുണ്ട്. പിന്നെ എന്തിനാ ആരോടാണ് വെറുപ്പ് വരെ. എനിക്ക് ഇനിയിപ്പോൾ ഒരു കാര്യം, എനിക്ക് ഒരാളായിട്ടും എന്നെ ഉപയോഗിച്ചവരാണ് ഉപയോഗിക്കാത്തവരാണ് എന്നെ ഉപദ്രവിച്ചാണ് ആരോടും ഒരാളും എനിക്ക് എതിരാളികളോ ദേഷ്യപ്പെട്ടവരോ ഒന്നുമില്ല. എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഒരു ഇതാരെങ്കിലും ഉണ്ടാകുമ്പോഴാണ് നമുക്ക് വളരെ വാശികളുണ്ടാവും. ആ വാശി ഉണ്ടെങ്കിലേ നമുക്ക് വളരാൻ പറ്റുള്ളൂ. അവരോട് ആരോടും ദേഷ്യമില്ല, ഒരാളോട് ഒരു ഇതില്ല. അവരോടൊക്കെ സന്തോഷം, ഇഷ്ടം മാത്രം, ഭയങ്കര ഇഷ്ടം. എന്താ വെച്ചാൽ അവരൊക്കെ കാരണമാണ് ഞാൻ ഇത്ര ആയത്. മക്കൾ എങ്ങനെയാണ് സപ്പോർട്ട്? എത്ര മക്കളാണ്? മക്കള് 3 പേര്, ഒരു മോള് 2 മോന്. മൂത്ത മോന്, രണ്ടാമത്തെ മോള്, മൂന്നാമത്തെ മോന്. ഒരു മോൻ്റെ കല്യാണം കഴിഞ്ഞ്, മോള് കല്യാണം ഇപ്പോൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു മോനുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും അവിടെ ഉണ്ട്. അവിടെ ഇവിടെയാണ്, നാട്ടിലാണ്. 2 ആമക്കൾ മാത്രം അവിടെ, ബാക്കി മോളും വൈഫും ഇവിടെ ആയിരുന്നു. ഇപ്പോൾ അവിടെ നമ്മൾ സുഹൃത്തിൻ്റെ മോളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് വന്നപ്പോൾ അവിടെ ഉണ്ട്, ദുബായിലുണ്ട്. മക്കളെ സപ്പോർട്ട് എങ്ങനെ ഈ സിനിമയിലേക്ക്? മക്കൾ ഇപ്പോൾ അങ്ങനെ ഞാൻ ഒരാളെ സപ്പോർട്ട് അങ്ങനെ ഡീപ്പായിട്ട് എടുക്കാറില്ല. മക്കളെ സപ്പോർട്ട് ചോദിക്കാറുമില്ല, ഒരു ഇതുമില്ല. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോവാം. മക്കളതിന് എതിർപ്പൊന്നുമില്ല. അല്ല, ഇങ്ങനെ ചില പൈസകൾ ചിലവാക്കുന്നു, എടുക്കുന്ന സിനിമകളൊക്കെ നഷ്ടം വരുന്നു, വീണ്ടും ഉപ്പ ഇങ്ങനെ പോകുന്നു, അങ്ങനെയൊന്നും മക്കൾ പറയുമോ? ഇല്ല. അവർക്ക് അറിയാം, അവർക്ക് ആവശ്യമായ വസ്ത്രം, പഠനം, അവരെ ബാക്കി കാര്യങ്ങളൊക്കെ എന്ന് വെച്ചിട്ട് ഞാൻ ഈ ലാവിഷാക്കി കളയുന്നതിൻ്റെ ഒരു അംശം പോലും എൻ്റെ വൈഫിൻ്റെ മക്കളോ ചിലവുന്നില്ല. അവർ അന്നെങ്ങനെ പോയിരുന്നു അതേ ലെവലിൽ തന്നെ, ഒരു ഓവർ ഇതായിട്ടൊന്നും അവർ ചെയ്യില്ല. ആ സാധാരണക്കാരുടെ ഒരു ഇതിൽ തന്നെ ഈക്കുള്ളൂ. അപ്പം ഇങ്ങനെ സിനിമക്കാരനെ ഭയങ്കര കോടികൾ അങ്ങനെയുള്ള ഇതൊന്നുമില്ല. കോടികളെന്ന് പറയുമ്പോൾ എൻ്റെ കയ്യിൽ കോടികളൊന്നുമില്ല. കോടി ആയി കഴിഞ്ഞാൽ അപ്പം ഞാൻ സിനിമ എടുക്കും. അപ്പോൾ അത്ര വരുന്നുണ്ട്. 1 കോടി വന്നപ്പോൾ സിനിമയിലേക്ക് ഇറങ്ങും. 1 കോടി 1.5 കോടിയൊക്കെ ആയി കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത സിനിമ ഫുൾ പൈസ കയ്യിൽ വെച്ചിട്ട് ഞാൻ ഇറങ്ങില്ല. വെച്ചെങ്കിൽ ഇത് സിനിമയാണ്. നമുക്കിതിൽ നിന്ന് വലിയ ആർട്ടിസ്റ്റിനൊന്നും നമുക്ക് കിട്ടൂല. ഞാനിവിടെ അറിഞ്ഞു, ബാറ്റയൊക്കെ കൊടുക്കുന്നത് ഒരാഴ്ച, സാധാരണ ആഴ്ച അവസാനം നിങ്ങൾ അഡ്വാൻസ് കൊടുക്കാന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ നിന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒന്നും വെച്ചാൽ എന്തായാലും നമ്മൾ കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ ഒരു 5 ദിവസം ആദ്യമായിട്ട് കൊടുക്കും. അത് കൊടുക്കും, അത് കഴിഞ്ഞാൽ അടുത്ത് കൊടുക്കും, അത് കഴിഞ്ഞാൽ അടുത്ത് ജോലി ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് കൊടുക്കും. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ കൊടുക്കണം. അത് അവർ ഇത്ര ദിവസം പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കറക്റ്റ് ചാർട്ടിങ്ങിൽ തന്നെ പോകും. ഈ ചിലപ്പോൾ ഒരു ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടാവും. അപ്പോൾ പാക്കപ്പിന് സമയത്ത് നമ്മളൊന്നും കൂടുതൽ എണ്ണേണ്ടി വരില്ല. ടെൻഷൻ അടിക്കണ്ട. പാക്കപ്പിന് സമയത്ത് വൃത്തിയായിട്ട് സന്തോഷം പറഞ്ഞ് അന്നൊരു പാർട്ടിയും വെച്ചിട്ട് എല്ലാവർക്കും ഒരു ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് എല്ലാവരും കൂടി പിരിയും. അങ്ങനത്തെ ഒരു പരിപാടി. അല്ലാണ്ട് വേറെ എപ്പോഴായാലും നമ്മൾ കൊടുക്കണം. അത് മുൻകൂട്ടി കൊടുക്കുന്ന ഒരു 5 ദിവസം മുമ്പ് മുൻകൂട്ടിയിട്ട് 5 ദിവസം ഇത് കൊടുക്കും. അത് 5 ദിവസം കഴിഞ്ഞ് അടുത്ത 5 ദിവസം കൊടുക്കും, അങ്ങനെയായിട്ട്. അപ്പോൾ അതിൻ്റെ ആൾക്കാരുണ്ടാവും. ഇപ്പോൾ ബാറ്റ് മേടിച്ച് പോകുന്നില്ല, അവരൊക്കെ എൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. ഇപ്പോൾ ഈ റെഗുലറായിട്ട് ഓൾമോസ്റ്റ് എൻ്റെ പടത്തിലുള്ള ടെക്നീഷ്യൻസൊക്കെ ഇപ്പോൾ ഇങ്ങനെ സ്ഥിരം ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ പേര് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ അതിൻ്റെ പേരിൽ ഒരു പകുതി ഇട്ടിട്ട് പോവേ അങ്ങനെയൊന്നുമില്ല. കാശ് ഇട്ടിനി നമുക്ക് പോണവരൊന്നുമില്ല. അതുകൊണ്ട് ആ ധൈര്യത്തിൽ കൊടുക്കുന്നത്. അതിൻ്റെ നിയമവശങ്ങൾ എന്തെങ്കിലും ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും ഒരു ബാധ്യത ഒരു സംഘടനക്കെതിരായിട്ടോ ഒരു ഇതിലത്തെ ടീമിന് എന്തിനെതിരെ ടെക്നീഷ്യൻസിനെതിരായിട്ടോ ആർക്കെതിരായിട്ടോ ഞാനില്ല. ഞാനത് കൊടുക്കുന്നത് വൃത്തിയാക്കുന്നു. മറ്റുള്ള ഒരു പ്രശ്നങ്ങളാ ഓരോ സെറ്റിൽ പല സംഭവങ്ങളൊക്കെ നടക്കണമെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ സെറ്റിൽ അങ്ങനെ ഒന്നുമില്ല. വൃത്തിയായിട്ട് ക്ലീനാക്കി ക്ലിയർ ചെയ്ത് പോകുന്നു. ഷൂട്ട് കഴിഞ്ഞ പിറ്റേന്ന് ഞാൻ തിരിച്ചു പോകുന്നു. അല്ല, ഞാൻ അർഷവന് ഈ ലൊക്കേഷൻ വന്നപ്പോൾ 2 കാര്യങ്ങളെ മനസ്സിൽ ശ്രദ്ധിക്കുകയും ഞാൻ ശരിക്കും ആലോചിക്കുകയും ചെയ്ത 2 കാര്യങ്ങൾ ഞാൻ ഓപ്പണായിട്ട് പറയാം. ഒന്ന്, നമ്മൾ ഫുഡ് കഴിക്കാൻ, ഞാനും അർഷവനോട് ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട് ലൊക്കേഷനിൽ വരുമ്പോൾ. ആ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ട് ആ പ്ലേറ്റ് എടുത്തുകൊണ്ട് അർഷവ് പോകുന്നു. ഞാൻ ഒരു സിനിമയിലും പ്രൊഡ്യൂസർമാരൊന്നും അങ്ങനെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ പോലും ചിലപ്പോൾ ഒരു പ്രൊഡ്യൂസറുടെ കൂടെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ പ്ലേറ്റ് എടുക്കാതെ പോകും. അവിടെ ആളുണ്ട്. പക്ഷെ ഞാനത് അർഷവിനിൽ കണ്ട എനിക്ക് ഭയങ്കരമായിട്ട് ഹൃദയത്തിൽ തട്ടിയ ഒരു സീനാണ് കഴിഞ്ഞ ദിവസം എന്നെ കണ്ടതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അങ്ങനെ. അർഷവ് എടുത്തോളൂ. അപ്പോൾ അവർ വന്ന് പ്രൊഡ്യൂസറാണല്ലോ എല്ലാം കൊടുക്കുന്നത്. അവരിങ്ങനെ നിൽക്കുകയാണ്, ഞങ്ങൾ എടുത്തോളാം സാർ. ഇല്ല, ഞാൻ കൊണ്ടുപോകും, അവിടെ കൊണ്ടുവയ്ക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള മനസ്സ് ഇത് എല്ലാ മേഖലയിലും ജോലി ചെയ്ത് വന്നതുകൊണ്ടാണോ? തീർച്ചയായിട്ടും. ഞാൻ ഇപ്പോൾ അവർ ചെയ്യുന്ന പണികളൊക്കെ ഞാൻ ചെയ്തില്ല. ഇപ്പോൾ ഞാൻ വലിയൊരു സംഭവം പറയില്ല. ഞാൻ ഈ ഭക്ഷണത്തിന് ഭയങ്കര ചെയ്യുന്നതാണ്. ഭക്ഷണത്തിന് ഞാൻ കഴിച്ച പ്ലേറ്റ് വൃത്തിയാക്കി കഴിക്കുക. അത് എൻ്റെ മക്കളും അതെ, ഒരു ടേബിൾ ഇരുന്നിട്ട് കഴിക്കുമ്പോൾ അവർക്കും അതുള്ള തന്നെ വെറുതെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. ഒരു ബാക്കി വയ്ക്കുകയൊന്നുമില്ല. ആവശ്യത്തിന് കഴിക്കുക, ബാക്കി ബാലൻസാക്കി കൊണ്ട് കളയുക, അങ്ങനത്തെ ഒരു ഇതില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ കഴിച്ച പ്ലേറ്റ് വീട്ടിൽ മാത്രം അവിടെ വെച്ചിട്ട് പോരും. ബാക്കിയുള്ള അവിടെ വെച്ചിട്ടും പിന്നെ ഓരോ ഫംഗ്ഷന് വിളിച്ചാലൊക്കെ അവിടെ വെച്ചിട്ട് പോരേണ്ടി വരും. സെറ്റിൽ വന്ന അവരാ വർക്ക് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എനിക്കറിയാം അതിൻ്റെ ഇത്. അപ്പോൾ അത്
എല്ലാവരും ഒരേപോലെ കയറും. ഒറ്റ ടൈപ്പ് ഭക്ഷണം ഉണ്ടാവുള്ളൂ. ഒരു 3 കാറ്റഗറി 4 കാറ്റഗറി അങ്ങനെ ഒറ്റ കാറ്റഗറി ഫുഡേ ഉണ്ടാവുള്ളൂ. പിന്നെ ഞാൻ വേറൊരു സംഭവം കൂടി, എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് കൊണ്ടിട്ട് ഞങ്ങൾ ഓൾമോസ്റ്റ് റൂമിലൊക്കെ ഞാൻ കഴുകി വെക്കും. അവിടെ തന്നെ കഴുകേണ്ട വേറെ സ്ഥലത്ത് കൊണ്ടുവെക്കുന്ന സ്ഥലം അവിടെ കൊണ്ടുവെക്കും. അത് കഴിയുന്ന അല്ല, അത് ഞാൻ ശ്രദ്ധിച്ചോണ്ടാണ് ഞാൻ ഹർഷവൻ്റെ അടുത്ത് ആ കാര്യങ്ങൾ ചോദിച്ചത്. ഇപ്പോൾ ദുബായിൽ ബിസിനസ് തിയേറ്റർ അല്ലേ? 2 തിയേറ്റർ 2 തിയേറ്റർ 2 സ്ക്രീൻ എടുത്തിട്ടുണ്ട്. 2 സ്ക്രീൻ എടുത്തു. ഡെവലപ്പ് ഇങ്ങനെ ചെയ്യുവാണ്. നമ്മുടെ സിനിമ നമ്മുടെ തിയേറ്ററിൽ തന്നെ കളിക്കാം. സിനിമ മേഖലകളിൽ ഡെവലപ്പ് ചെയ്യുന്നു. അത് എന്തൊക്കെയാണെന്നുള്ളതാണ്. സിനിമയിലാണ് എല്ലാം പൈസ മുടക്കിക്കൊണ്ടിരിക്കുന്നത്. സിനിമയിലാണ്, വേറെ ഒരു ഇതുമില്ല. സിനിമ എനിക്കത് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് സിനിമ. ആ ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ പോകുന്നു, അത്രേ ഉള്ളൂ. അല്ലാതെ ഒന്നുമില്ല. എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ പേഴ്സണൽ എൻ്റെ ഫാമിലിപരമായിട്ടാണ്, മതപരമായിട്ടാണ്, മറ്റുള്ള കാര്യത്തിലോ ഒന്നും അകൽച്ച കാര്യങ്ങളോ ആ ഒരു ഇതിൽ തന്നെ പോകുന്നത്. അല്ലാണ്ട് വേറെ ഒരു മോശമായ രീതിയിലുള്ള ജീവിതം അങ്ങനെയൊന്നുമില്ല. സ്ട്രേറ്റ് എൻ്റെ പാഷൻ സിനിമയാണ്, അത് ഞാൻ ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ആര് ചോദിച്ചാലും വർഷം എന്തും കൊടുക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊന്നുമില്ല. ഞാൻ കേട്ടിരിക്കുന്ന കഥകളാണ്. ഇത് കേട്ടിട്ട് വേണം എല്ലാവരും എന്തെങ്കിലും. അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ സുഹൃത്തുക്കൾ എന്തെങ്കിലും ചോദിച്ചാൽ അത് ഞാൻ തരാം, അത് കൊടുക്കും. മടിയില്ലാതെ കൊടുക്കുന്നു. തരാമെന്ന് പറഞ്ഞ് ഞാൻ കൊടുക്കും. ഓൾമോസ്റ്റ് എന്നെ കൊണ്ട് കഴിവുള്ളതാണ്. ഞാൻ പറയും ഓക്കേടാ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മനസ്സിലുണ്ടാവും. ഞാൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നല്ലെങ്കിൽ നാളെ എപ്പോഴും ഞാൻ കൊടുത്തിരിക്കും. കൊടുത്തിട്ട് അല്ലെങ്കിൽ എൻ്റെ മനസ്സിലെങ്ങനെ കിടക്കും. അങ്ങനെ പറഞ്ഞിട്ട് കമ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചെത്തിക്കാത്തൊന്നുമില്ല. പിന്നെ ഈ ബിസിനസ്സുകാരനായതിൻ്റെ പേരിലുള്ള കുറേ ഉണ്ട്. എനിക്കിപ്പോൾ അവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ, ഇപ്പം ഞാൻ ബിസിനസ് അവിടെ കുറച്ച് ഡെവലപ്പ് ചെയ്ത് കുഴപ്പമില്ല, ഇപ്പോൾ നമ്മളെല്ലാം വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നു. അപ്പോൾ ഉള്ളവനക്ക് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞ പോലെ ഇപ്പോൾ ഒത്തിരി പേര് കാശായിട്ട് വന്നിട്ട് ഒത്തിരി പേര് വരുന്നുണ്ട് കാശായിട്ട്. എത്ര കോടി വേണമെന്ന്, എനിക്ക് എത്ര ഇത് വേണമെന്നാണ് നമ്മളോട് ചോദിക്കുകയാണ്. തരാൻ തയ്യാറാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു വലിയ പടം എടുക്കണമെന്ന് വെച്ചിങ്ങനെ എനിക്ക് ഒരു കോൾ ചെയ്ത് കഴിഞ്ഞാൽ 2-3 കോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള പൈസ തരാനുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എന്നോടുള്ള വിശ്വാസം കൊണ്ടാണ് അത് തരുന്നത്. ഞാൻ ഇന്ന സമയത്ത് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞാലോ അതെനിക്ക് തിരിച്ചു കൊടുക്കണം. സിനിമ എനിക്ക് വിശ്വാസമില്ല, അത് കിട്ടിക്കൊള്ളുന്നില്ല. അപ്പോൾ വിശ്വാസമുള്ളതിൽ നിന്ന് ആണെങ്കിൽ മാത്രമേ പൈസ വാങ്ങിച്ചിട്ട്. ഇപ്പോൾ ഞാൻ അവിടെ ബിസിനസ് ചെയ്യുമ്പോൾ ഞാൻ വാങ്ങിക്കാറുണ്ട്, വലിയ എമൗണ്ട് വാങ്ങിക്കും. വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ അത് കറക്റ്റ് ഞാൻ തിരിച്ചു കൊടുക്കും. അപ്പോൾ ആ വിശ്വാസം കൊണ്ട് എത്ര ചോദിച്ചാൽ അവർ പിന്നെയും തരും. അപ്പോൾ ആ വിശ്വാസം കൊണ്ടാണ്, ആ ഒരു ബിസിനസ്സുകാരൻ്റെ വിശ്വാസം ഭയങ്കര നിർബന്ധമുള്ള കാര്യമാണ്. ആ വിശ്വാസം പോയി കഴിഞ്ഞാൽ പോയി, പിന്നെ ഒരു രക്ഷയില്ല. പിന്നെ ഒരാളെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ നീ കൊടുക്കുക, ആരും കൊടുക്കില്ല. നിങ്ങൾ ഒരു പ്രാവശ്യം കൊടുക്കും, 2 പ്രാവശ്യം കൊടുക്കും, പിന്നെ കൊടുക്കില്ല, പിന്നെ സമയത്തിന് കിട്ടിയില്ലേ കൊടുക്കില്ല. അപ്പോൾ ആ ഒരു വിശ്വാസം അതിൻ്റെ അത് കിട്ടുന്നുള്ള ഉറപ്പുള്ളതിന് മാത്രമേ എടുക്കും. സിനിമക്കൊന്നും അങ്ങനെ വലിയ തൽക്കാലം ഇപ്പോൾ ഒരു പാക്കപ്പ് ആകുമ്പോഴത്തേന് കുറച്ച് കാശിൻ്റെ ഷോർട്ട് ഉണ്ടെച്ച് വാങ്ങിക്കും, അത് പെട്ടെന്ന് പോയിട്ട് തീർക്കും. നമ്മൾ കണക്കായിട്ട് വന്നത് ചിലപ്പോൾ എത്തിയെന്ന് വരില്ല. വിചാരിച്ചായിട്ടും കൂടുതൽ പൈസ വരും. ഫൈറ്റ്, റൈന്, അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബഡ്ജറ്റ് കൂടും. അപ്പോൾ നമ്മൾ ആ ഒരു പടത്തിന് ഇത്ര ബഡ്ജറ്റ്, അതിൽ കൂടെ കുറച്ചുകൂടി കാശ് കൂട്ടി വെച്ചിട്ടാണ് വരിക. അതിനകത്ത് അത് തികഞ്ഞില്ല വെച്ചെങ്കിൽ സഹായിക്കാൻ വല്ല സുഹൃത്തുക്കളെ വിളിച്ച് പറഞ്ഞാൽ തരും. അത് പോയിട്ട് ആദ്യം അത് തീർക്കും, എൻ്റെ ശേഷം ഇതിൻ്റെ ബാക്കി പണികൾ ഇതിൻ്റെ തീർക്കും. ഒറ്റ ഷെഡ്യൂളിന് എൻ്റെ തീർത്ത് വെക്കുമ്പോഴാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് വരുന്ന ഒരുമാതിരിപ്പെട്ട ആർട്ടിസ്റ്റുകളൊക്കെ അഷവുമായിട്ട് നല്ല ബന്ധങ്ങളുള്ളവരായിരുന്നു. ഗൾഫിലൊക്കെ വരുമ്പോൾ അഷവുമായിട്ട് യാത്ര ചെയ്യാറുണ്ട്, ഫ്ലാറ്റിൽ വന്ന് കിടക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്ന 2-3 പേരുകൾ ഓർത്തെടുത്ത് നമുക്ക് ഏറ്റവും രസകരമായ മുഹൂർത്തങ്ങൾ തന്നേക്കണവർ. ഇല്ല, അത് ഒരുപാട് പേരുണ്ട്, ഒത്തിരി പേരുണ്ട്, ഒത്തിരി ആർട്ടിസ്റ്റുകളുണ്ട്. അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ കൊടുത്ത കാശ് വാങ്ങിച്ചിട്ട് അവർ വന്നിട്ട് അഭിനയം. അവർക്ക് ചിലവർക്കൊന്നും കൊടുക്കാനുള്ള വേഷങ്ങൾ വരാറില്ല. അങ്ങനെയുള്ളത് അത്രയും ആൾക്കാർ നമ്മൾ P1 ജാഫർക്കാണെങ്കിലൊക്കെ അവിടെ നല്ല കംഫർട്ടബിളാണ്. പൈസ അല്ല, എൻ്റെ തുടക്കം പുള്ളിക്കറിയാം കുറേയൊക്കെ. സിനിമയുടെ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ആദ്യ പടം എടുക്കുന്ന സമയത്തുള്ളൊരു ജേണിയാണ്. 10-15-16 വർഷമായിട്ടുള്ള ബന്ധങ്ങൾ. അപ്പോൾ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. ശിവജി, സുൻസുഗുദ, ശ്രീജിത്ത് രവി, അങ്ങനെ ഒത്തിരി പേരുണ്ട് ആർട്ടിസ്റ്റുകൾ. ജയസൂര്യൊക്കെ ആയിട്ടുള്ള അത് തുടക്കത്തിൽ ഉമ്മപ്പണ്ണ ഒരിയാടെ പോയ അതിൻ്റെ സെക്കൻഡ്, പിന്നെ അടുത്ത പടം ചെയ്തത് വെന്മനം മാനില്ല, അതിൻ്റെ തമിഴ് ഒക്കെ ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന. അല്ലെങ്കിൽ ആർട്ടിൽ വർക്ക് ചെയ്യുന്ന 2 പടം ആർട്ടിൽ വർക്ക് ചെയ്ത ഞാൻ. അപ്പോൾ ജയസൂര്യയുടെ തുടക്കമായിരുന്നു. അപ്പോൾ നല്ല സുഹൃത്ത് ബന്ധമായിരുന്നു. ജയസൂര്യൊക്കെ ദുബായിൽ വരുമ്പോൾ ഒക്കെ വന്നിട്ടുണ്ട്? ഇല്ല ജയസൂര്യനായിട്ട് അതുപോലെ ഞാൻ ഇവിടുന്ന് തന്നെ അത് അങ്ങനെ ഒരു. പിന്നെ പുള്ളിയുടെ വളർച്ച എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വളർന്ന് വലുതായി. അതിനെക്കൊണ്ട് ഒരുപാട് പ്രാർത്ഥിച്ചു തന്നിട്ട്. ഈ ജയസൂര്യ വളരാൻ വേണ്ടി പ്രാർത്ഥിച്ചതിൽ അവർ വീട്ടുകാർ പ്രാർത്ഥിച്ചതിന് കൂടുതൽ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അത്രയും എന്താ വെച്ചാൽ അന്ന് അത്ര നല്ല സുഹൃത്തായിരുന്നു, അത്രയും നല്ല ബന്ധമായിരുന്നു. അവന് അന്ന് കാലിന് പരിക്ക് പറ്റി പെണ്ണ് ചെയ്യണം, പിന്നെ ഡാൻസ് കഴിക്കുമ്പോൾ ബാത്റൂമിൽ ആയിട്ട് നിർത്തി വെച്ച് ഡാൻസ്, അങ്ങനെ ഭയങ്കര ഇതായിരുന്നു.
അതൊക്കെ പിന്നെ അവർ വളർന്നു വരും. അതേപോലത്തെ ഒരുപാട് ആൾക്കാർ നമ്മളുടെ ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാർ ഒരുപാട് ആൾക്കാർ അവരൊക്കെ വളർച്ചയിൽ സന്തോഷമാണ് സന്തോഷം അല്ലേ? എത്ര ആൾക്കാർ, ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥന വരെ ഉണ്ടായിരുന്നു. ഈ ജയസൂര്യ ഇപ്പം ഞാൻ എറണാകുളത്തെ കൊച്ചിക്കാരനൊന്നും അല്ല കേട്ടോ. അവിടെ വന്ന് ഈ 2 പടത്തിൽ നിന്ന് തന്നെ നല്ല ബന്ധം അതിനോട് കൊണ്ട് നമ്മളൊക്കെ ഇപ്പോൾ ഒരു സുഹൃത്തിൻ്റെ കടയുടെ മുമ്പിലൊക്കെ വേറെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഫോട്ടോ ആയിരുന്നു. ആ ഫോട്ടോ ഒക്കെ മായ്ച്ചു കളഞ്ഞ് അന്നൊക്കെ വരച്ചിട്ട് ജയസൂര്യ ഫോട്ടോ, എവിടെ പോയാലും ജയസൂര്യ ഫോട്ടോ. അത് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട് ജയസൂര്യ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. ഈ ദുബായിൽ ഷൂട്ടിങ്ങിന് വരുമ്പോൾ സഹായിക്കുമായിരുന്നു അല്ലേ? അതെ. ഞാൻ അത് ഷൂട്ടിങ്ങിൻ്റെ സപ്പോർട്ട് ഈ സിനിമ ഫീൽഡ് ആര് വന്നാലും, സിനിമ എന്ന് തന്നെയല്ല, എന്തെങ്കിലും ആൽബമാണ്, ഷോർട്ട് ഫിലിമാണ്, നാടകമാണെങ്കിലും മറ്റു മിമിക്രിക്കാരൻ ആരെങ്കിലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ സപ്പോർട്ട് ചെയ്യാൻ ചെയ്യും. ഇല്ലെങ്കിൽ ഒതുങ്ങി ഉണ്ടാണ്ടിരിക്കും. പിന്നീട് ജയസൂര്യോട് ഡേറ്റ് ചോദിച്ചിട്ടില്ലേ? ഇല്ല, ഞാൻ പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയിട്ടൊന്നുമില്ല. ഇല്ല. അത്രയും ഇഷ്ടമായിരുന്നു ജയസൂര്യ? ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും ഇഷ്ടക്കുറവൊന്നുമില്ല. പക്ഷെ ഞങ്ങൾ കമ്മ്യൂണിക്കേഷനൊന്നും ഇല്ല എന്നുള്ളൂ. എനിക്കിഷ്ടമാണ് അവരുടെ ഫാമിലി. വർഷവിൻ്റെ മേഖലയിലേക്ക് പച്ച പിടിച്ചു വന്നു, ജയസൂര്യ മേഖലയിൽ വന്നു. അതുകൊണ്ടുള്ള കാണലില്ല എന്നുള്ളതാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അവരുടെ വീട്ടിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ ഞാൻ ജയസൂര്യ അച്ഛന് അമ്മ ജയസൂര്യ കൂടി ഇരുന്നിട്ട് ടേബിളിൽ ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. അത്രയും ഇതുണ്ടായിരുന്നു. അപ്പം അങ്ങനെയാണ്. വർഷവിൻ്റെ യാത്ര ഭംഗിയായിട്ട് മുന്നോട്ട് പോകട്ടെ. ഇനിയും ഒത്തിരി സിനിമ ചെയ്യാൻ അവസരം ഉണ്ടാകട്ടെ. കാരണം എന്ന് വെച്ചാൽ അധ്വാനിച്ച് വരുന്നവർക്കാണ് ഇതിൽ ഫലം. അതിലേറ്റവും പ്രധാനപ്പെട്ട അർഷ പറഞ്ഞ് നമ്മൾ ചെയ്ത ഓരോ പ്രവൃത്തിക്കും അവരുടെ പ്രാർത്ഥനയാണ് അർഷവിനെ ഇവിടെ വരെ എത്തിച്ചത്. ആ പ്രാർത്ഥന ഇനിയും നിലനിൽക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം. അർഷവ് എല്ലാ രീതിയിലും മെച്ചപ്പെട്ടു വരട്ടെ. ഈ സിനിമ ഇപ്പോൾ നടക്കുന്ന പുതിയ സിനിമ തൊടുപുഴയിൽ ഷൂട്ടിംഗ് നടക്കുന്നു. ആ സിനിമ സൂപ്പർ ഹിറ്റാകട്ടെ. അജു വർഗീസും ജാഫർ ഇടുക്കിയും മുഖ്യ കഥാപാത്രമായിട്ടല്ലേ? അതെ. എൻ്റെ നാട്ടുകാരെ തൊഴിലക്കാർ സംവിധാനം ചെയ്തു. ഷാജോണ്, സുനിസുധ, ശ്രീദേവി, ഒത്തിരി പേരുണ്ട്, കുറേ പേര് അഭിനയിക്കുന്നു. അപ്പോൾ എല്ലാം ഹിറ്റാകട്ടെ. ഒത്തിരി സന്തോഷം. ഇനിയും നമുക്ക് കാണണം. വളർച്ചയുടെ ഭാഗത്ത് നമുക്കും ഉണ്ടാവും. എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു സുഹൃത്തിനെ പോലെ നമ്മളെയും കൂട്ടാം. ആ ഒരു സുഹൃത്തായിട്ട് ഞാൻ അർഷവിനെയും കാണുന്നു. ഒത്തിരി സന്തോഷം. താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.